പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിൻ്റെ നിലവിളിക്ക് പ്രത്യുത്തരമായി, പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരിൻ്റെ പ്രത്യുത്തരമായി ഷെക്കേന ചാനലിലൂടെ പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ഉപവാസ പ്രാർത്ഥനാ യജ്ഞത്തിൻ്റെ 4-ാം ദിവസത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ ആനയിച്ചിരിക്കുകയാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കിന്ന് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ചും ഇന്ന് ഈ 4-ാം ദിനത്തിൽ പ്രണയക്കുരുക്കിൽ കുടുങ്ങിപ്പോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിശാച് അനേക മക്കളെ ഈ കെണിയിൽ കുടുക്കി അനേകം കുടുംബങ്ങളെ, ജീവിതങ്ങളെ നശിപ്പിച്ചിട്ടിരിക്കുന്ന ഈ വലിയ അടിമത്തത്തിൽ, ബന്ധനത്തിൽ, പൈശാചികതയിൽ ശക്തമായിട്ട് കർത്താവിനെ വിളിച്ചിറക്കി കർത്താവിന് ശക്തി പ്രകടമാക്കാനുള്ള ദിവസമാണ് ഈ 4-ാം ദിവസം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാ ആത്മാക്കളെയും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകളിലേക്ക് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കടന്നു വരാം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായി ഞങ്ങളെ വലിയ സ്നേഹത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ചും കർത്താവേ, പ്രണയക്കുരുക്കിൽ കുടുങ്ങി നശിച്ചു പോയ, തകർന്നു പോയ അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇങ്ങനെ വീണുപോയ എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പൈശാചികമായ വലിയ അടിമത്തത്തിൽ നിന്ന് അങ്ങയുടെ മക്കളെ വീണ്ടെടുക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ കർത്താവേ. അങ്ങയുടെ സ്വന്തമായ മക്കള്, അങ്ങയുടെ ആലയമായ ശരീരങ്ങള്, അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയാൽ നിറയപ്പെട്ട മക്കള്, അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കള് ഈശോയെ നശിച്ചു പോയിരിക്കുമ്പോൾ അങ്ങയുടെ നിലവിളിക്ക് പ്രത്യുത്തരമായി ഞങ്ങൾ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരുണയാൽ, കുരിശുമരണ യോഗ്യതയാൽ, തിരുരക്ത ശക്തിയാൽ, പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. ഈ ശുശ്രൂഷകളെ അഭിഷേകം ചെയ്യണം. വലിയ ദാഹത്തോടെ പ്രിയപ്പെട്ട മക്കളെ, വലിയ ദാഹത്തോടെ ഉന്നതമായ അഭിഷേക ശക്തി പരിശുദ്ധാത്മാവർത്തി കത്തിയിറങ്ങുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ ശക്തി തീ പോലെ ഇറങ്ങട്ടെ. കരങ്ങളടിച്ചു പാടാം ശക്തിയോടെ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. അധികാരം പകരണമേ, വലിയ ശക്തി ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. പരിശുദ്ധാത്മാവേ, കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധാത്മാവേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം എല്ലാ മക്കളിലും നിറയട്ടെ. സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയട്ടെ, കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ, എല്ലാ കെട്ടുകളും അടിയട്ടെ. ദൈവിക ശക്തി വ്യാപരിക്കട്ടെ, ദൈവിക ജീവൻ നിറയട്ടെ, വലിയ വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാ പൈശാചിക ശക്തികളും അന്ധകാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, അഗ്നിയാൽ നിർവീര്യമായി പോകട്ടെ, ചാരമായി പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇപ്പോൾ ആളി കത്തട്ടെ, കത്തി പടരട്ടെ. ഈശോ 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 ഈശോ. പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഗ്നിയായി കത്തിപ്പടരണമേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീ പോലെ അഗ്നിയായി ആളി കത്തണമേ, കത്തിപ്പടരണമേ. ജീവജലമായി, സൗഖ്യശക്തിയായി, വിടുതലിന്റെ ശക്തിയായി, പൈശാചിക ശക്തികൾ നിർവീര്യമാകുന്ന ശക്തിയായി തീ പോലെ നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരിലും അവിടുന്ന് നിറയണമേ. ഞങ്ങളെ അവിടുന്ന് കത്തിക്കണമേ. പ്രത്യേകിച്ചും പൈശാചിക ശക്തികളെ നിർവീര്യമാക്കുവാൻ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ തീ അതിശക്തമായിട്ട് ഇറങ്ങണം. ഞങ്ങൾ ബലഹീനരാണ്, ദുർബലരാണ്, നിസ്സഹായരാണ്. പരിശുദ്ധാത്മാവെ, സ്ലീഹന്മാരെ ശക്തിപ്പെടുത്തിയതുപോലെ, ആദിമസഭയെ ശക്തിപ്പെടുത്തിയതുപോലെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ആളി കത്തിക്കണമേ ആത്മാവേ. ശക്തി വ്യാപരിക്കട്ടെ. വലിയ വിടുതൽ, വലിയ വിടുതൽ, വിടുതൽ, സൗഖ്യശക്തി വ്യാപരിക്കട്ടെ. ജീവന സമൃദ്ധി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ ജ്ഞാനം നിറയട്ടെ. ബുദ്ധി പ്രകാശിക്കട്ടെ, മനസ്സ് പ്രകാശിക്കട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മ ശക്തിയാൽ എല്ലാ മക്കളും നിറയട്ടെ. ആത്മാവേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയാ ഒഴുകേണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായും സ്വീകരിച്ച പരിശുദ്ധ അമ്മേ, അമ്മയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ട്. വഴിതെറ്റിപ്പോയ മക്കളെ ഓർത്ത് ചങ്കുപൊട്ടിക്കരയുന്ന പരിശുദ്ധ അമ്മേ, രക്തക്കണ്ണീരൊഴുക്കി അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മേ, കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണല്ലോ ഞങ്ങളുടെ മാതൃത്വം അമ്മ ഏറ്റെടുത്തത്. ലോകത്തിന് നാനാഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട് നശിച്ചു പോകുന്ന, വഴിതെറ്റി പോകുന്ന മക്കളെ ഓർത്ത് നിലവിളിച്ച് കരഞ്ഞ് രക്തക്കണ്ണീരൊഴുക്കുന്ന പരിശുദ്ധ അമ്മേ, അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ, പ്രാശ്ചിത്തം ചെയ്യുവാൻ, പരിഹാരം ചെയ്യുവാൻ, ഉപവാസത്തിലൂടെ പിശാചിന്റെ ശക്തിയെ നിർവീര്യമാക്കുവാൻ ആഹ്വാനം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മേ, ജ്ഞാനം കൊണ്ടും ബോധം കൊണ്ടും ഞങ്ങളെല്ലാം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ പിതാവേ, വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഉണ്ണീശോയെ കാത്തു സംരക്ഷിച്ചതുപോലെ എല്ലാ പിശാചിന്റെ പിടിയിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കുവാൻ ഞങ്ങളുടെ പിതാവായി കൂടെ ഉണ്ടായിരിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. വലിയ സ്വർഗീയ സാന്നിധ്യത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 4-ാം ദിനത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഇന്ന് കർത്താവ് നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ മക്കളാണ് പ്രണയക്കെടുതിയിൽ പെട്ടുപോയ ആത്മാക്കൾ. നമുക്കറിയാം, ഇതൊരു വലിയ പൈശാചികമായ കെണിയാണ് മക്കളെ. അനേകം മക്കളെ അതിൽ വീഴ്ത്തി, ആ കെണിയിൽ കുടുക്കി, നശിപ്പിച്ച്, തകർത്ത്, അനേക മക്കളെ ആത്മഹത്യയിലേക്ക് നയിച്ച്, അനേകം കുടുംബങ്ങളെ തകർത്ത പിശാചിൻ്റെ ശക്തമായ ഒരു കെണിയാണ് പ്രണയക്കുരുക്ക്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം, ഈ പൈശാചികമായ കുരുക്കിനാൽ നശിപ്പിക്കപ്പെട്ട അനേക മക്കൾ എല്ലാ മേഖലകളിലുമുണ്ട്. വിവാഹത്തിന് ശേഷവും ചിലപ്പോഴെങ്കിലും പൗരോഹിത്യത്തിലും സന്യാസ ജീവിതത്തിലും കുടുംബജീവിതത്തിലും യുവമക്കളിലും ചെറുമക്കളിലുമൊക്കെ ഈ പൈശാചികത നിറഞ്ഞ് പിശാച് അനേക മക്കളെ ഈ പ്രണയക്കുരുക്കിൽ നശിപ്പിച്ച് തകർത്തിട്ടുണ്ട്.
എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സ്നേഹം എന്നുള്ളത് നല്ലതാണ്. നമ്മളെല്ലാവരും സ്നേഹിക്കണം. നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ സ്നേഹമായിരിക്കും, പരിശുദ്ധമായിരിക്കും. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്, ഒരു മരത്തെ അതിൻ്റെ ഫലത്തിൽ നിന്ന് അറിയുന്നത് പോലെ നമ്മുടെ സ്നേഹം പരിശുദ്ധമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പരിശുദ്ധമായ സ്നേഹം നമ്മെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും. അത് നമ്മെ പുണ്യങ്ങൾ അഭ്യസിച്ച് ജീവിക്കാൻ സഹായിക്കും. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധമായ സ്നേഹമല്ല ഈ പ്രണയം എന്ന് പറയുന്നത്. പരിശുദ്ധമായ സ്നേഹം എപ്പോഴും മറ്റുള്ളവനെ വളർത്തും, അത് ദൈവത്തിലേക്ക് അടുപ്പിക്കും. എന്നാൽ പ്രണയം എന്ന് പറയുന്നത് പൈശാചികമായ ഒരു ബന്ധനമാണ്. അത് ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, വ്യക്തികളെ നശിപ്പിക്കുന്നു, അവനെ തകർക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നശിപ്പിക്കപ്പെട്ട അനേകം മക്കളുടെ ജീവിതങ്ങളും അനുഭവങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം, നമുക്കൊരു ജഡികമായൊരവസ്ഥയുണ്ട്. നമ്മൾ ആദ്യ ദിവസം കണ്ടു, ഉത്ഭവ പാപത്തിൻ്റെ അനന്തരഫലമായിട്ട് ഒരു ജഡത്തിൻ്റെ ഒരു ബലഹീനതയുണ്ട്. അതിനൊരു വശമാണ് പ്രണയം. ജഡികാസക്തിയെ ഉണർത്തി, ജഡികമായ വികാരങ്ങൾക്ക് അടിമപ്പെടുത്തി, ഒത്തിരിയേറെ പൈശാചികതയിൽ നിറച്ചുകൊണ്ട് അനേക മക്കളെ ഈ പ്രേമത്തിൻ്റെ പൈശാചികതയിൽ നശിപ്പിക്കണം. ഒത്തിരി മക്കൾ ഞാൻ ഓർക്കുക, ഒരു കൊച്ചുമകള്, അവൾ +2 പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ 2ാമത്തെ വർഷമാണ്. നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞ്. അവൾ +1 സമയത്തൊക്കെ ക്ലാസ്സിൽ ടോപ്പാ. എന്നാൽ +1 അവസാനമായപ്പോഴേക്കും ഒരു സ്നേഹബന്ധത്തിൽ വന്ന് പെടുവാണ്. ആ പ്രേമത്തിൽ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് ഫോണിൽ കൂടെ സംസാരം തുടങ്ങി. അവനുമായിട്ട് പല രീതികളിൽ ഇടപെടാൻ തുടങ്ങി. +2 ആയപ്പോഴേക്കും ഈ കുഞ്ഞ് പഠനത്തിൽ താഴേക്ക് പോയി. അതുവരെ ഈശോയോട് ചേർന്ന് നിന്ന കുഞ്ഞ് പ്രാർത്ഥിക്കാതെയായി, ജഡിക പാപങ്ങൾക്ക് അടിമപ്പെട്ടു. +2 അവസാനമായപ്പോഴേക്കും ഇന്ന് ഈ കുഞ്ഞിൻ്റെ അവസ്ഥ മക്കളെ, പഠനം നശിച്ചു. മാനസികമായ വിഭ്രാന്തിയിൽ, ഡിപ്രഷനിൽ ഇന്ന് ഈ കുഞ്ഞ് മരുന്ന് വെച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ പോകേണ്ടിയിരുന്ന കൊച്ചാ. ആ കുഞ്ഞിൻ്റെ ടീച്ചർ പറഞ്ഞ് ഞാൻ ഓർക്കുക, അച്ഛാ, വലിയ നിലയിൽ എത്തേണ്ട കുഞ്ഞാ, പക്ഷേ ഞങ്ങൾ ആരും അറിഞ്ഞില്ല, അവളൊക്കെ രഹസ്യമായി വച്ചു. ഇന്ന് ആ കുഞ്ഞിൻ്റെ ദയനീയമായ അവസ്ഥയിൽ ആ കുഞ്ഞ് നശിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ മൊബൈലിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അനേക മക്കളെ ഈ ജഡത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ബലഹീനതയുടെ ദുർബലതയിൽ അടിമപ്പെടുത്തി പിശാച് പ്രണയക്കുരുക്കിൽ വീഴ്ത്തി നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു അവസ്ഥയിലേക്ക് വീണ് പോയാൽ നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്ന ദുരന്തമുണ്ട്. അവർ പിന്നെ മാതാപിതാക്കളെ അനുസരിക്കത്തില്ല, ദൈവമായിട്ട് ബന്ധമില്ല. അവർ ഈ ഒരു സ്നേഹത്തിലേക്ക് ഒതുങ്ങി, എൻ്റെ ഇഷ്ടം, എൻ്റെ സുഖം, എൻ്റെ താല്പര്യം, എൻ്റെ സന്തോഷം, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി, ആ വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ട് ഈ മക്കള് അങ്ങോട്ട് നശിക്കാം. പ്രിയപ്പെട്ടവരിവിടെ അറിയേണ്ട കാര്യമുണ്ട്. ഓരോ മക്കളും അറിയണം, ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. എന്തെന്നറിയോ, നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ശരീരത്തിൻ്റെ മേൽ നമുക്കാർക്കും സ്വന്തമായിട്ടൊരു അവകാശമില്ല. ഇത് ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ആ ദൈവത്തിന് ഇഷ്ടമറിഞ്ഞ് ഓരോ സമയത്തും ജീവിക്കേണ്ട പോലെ ജീവിക്കണം. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം. എന്നാൽ ഇതെല്ലാം മറന്ന് നമ്മുടെ മക്കള് ഈ പ്രായത്തിൻ്റെ അവസ്ഥ ഒന്ന്. മറ്റൊന്ന്, കൂട്ടുകാർ പ്രേരിപ്പിക്കും. അതോടൊപ്പം തന്നെ പല പല സ്വാധീനങ്ങൾ കടന്നു വരും. ഇപ്പോൾ ഈ ക്ലബ്ബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മേഖലയുണ്ടല്ലോ, അതിൽ ഈ പ്രണയക്കുരുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സൈറ്റ് കഴിഞ്ഞ ദിവസം കാണാനിടയായി. അവിടെ ഇങ്ങനെ പറയുന്നത്, ഓരോ പെൺകുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെടുന്ന രീതിയിൽ ചെറുക്കന്മാരുമായിട്ട് പരിചയപ്പെടും. അതിലൊക്കെ പ്രത്യേക ഒരു മതവിഭാഗത്തിൽപ്പെട്ട ചെറുക്കന്മാരാണ് കൂടുതൽ. പ്രിയപ്പെട്ടവരെ,
അവരിങ്ങനെ വിളിച്ചിട്ട് പറയും, ഈ കുഞ്ഞിനോട് പറയാ, ഒരു കുഞ്ഞിൻ്റെ ഒരു സംഭാഷണം കേട്ടതാ, നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വന്നതാ. പറയണ്, നിമിന്നല്ല ഒരു പേര് ഞാൻ പറഞ്ഞതാ, നിമി നിന്റെ സ്വരം കേൾക്കാൻ ഭയങ്കര മനോഹര, സോ ക്യൂട്ട്, ഭയങ്കര ക്യൂട്ടാ. ഇപ്പൊ കുഞ്ഞ് നന്ദി, താങ്ക്സ്, പൊളിയാ, നീ പൊളിയാ. ഇങ്ങനെയൊക്കെ ഈ കുഞ്ഞിനോട് ഓരോന്നോരോന്ന് പറഞ്ഞ് ആ കുഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തി വേറൊരുത്തരെ കണക്ട് ചെയ്ത് ഈ പ്രേമത്തിൻ്റെ കുരുക്കിൽ, അതിനൊരു വാക്കുണ്ട്, കം സിംഗിൾ ആൻഡ് ഗോ കമ്മിറ്റഡ്. ഈ ഗ്രൂപ്പിൽ കയറി, ഈ കൂട്ടായ്മയിൽ കയറി ഒരു ചെറുക്കനുമായിട്ട് പരിചയപ്പെടുത്തി ആ ഒരു പ്രണയത്തിൻ്റെ കുരുക്കിൽ കമ്മിറ്റഡ് ആക്കിയിട്ട് ഈ 16ഉം 17ഉം വയസ്സുള്ള മക്കളെ ഈ കുരുക്കിൽ വീഴ്ത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായൊരു പ്രകൃതി എല്ലാ മക്കളിലുമുണ്ട്. അതിനെ ചൂഷണം ചെയ്ത് ഇന്ന് ഈ പ്രണയത്തിൻ്റെ പൈശാചികതയിൽ അനേക മക്കളുടെ ജീവിതങ്ങളെ, ഭാവിയെ, പഠനത്തെ, വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി തകർത്തുകളയാ. ഞാൻ ഓർക്കുക, ചില കാർമൽ ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത്, കറുകുറ്റി. അവിടെ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ധ്യാന കേന്ദ്രം ഒരു ജയിലായിരുന്നു. ജയിലെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഏറ്റെടുത്തു, അറസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രതികളെയും ഈ ജയിലിലേക്ക് കൊണ്ടുവരും. അപ്പം ആ സമയത്ത് 2 ചെറുപ്പ പിള്ളേർ അവരെ കൊണ്ടുവരും. അപ്പോൾ എനിക്ക് പോലീസുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു, സാറേ എന്താണ് ഇവരുടെ കേസ്? അപ്പോൾ ഇവർ പറയായിരുന്നു, അച്ഛാ പോക്സോണ് എന്ന് പറഞ്ഞാൽ ചരിത്രം അവർ പറയുക. ഇതിലൊരു ചെറുക്കൻ, ഒരു പയ്യൻ ഒരു പെൺകുട്ടിയുമായിട്ട്, ഒരു ക്രൈസ്തവ കുടുംബത്തിലെ പെൺകുട്ടിയുമായിട്ട് പ്രേമത്തിലെ, അങ്ങനെ ഫോണിൽ കൂടെ വിളിച്ച് ഈ കുഞ്ഞിനോട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഈ പ്രേമം എന്ന് പറയുന്നത്, പ്രണയം എന്ന് പറയുന്നത് ഈ ഫോണിൽ കൂടെ ഓരോന്ന് വിളിച്ച് ജഡികമായ കാര്യങ്ങൾ പറഞ്ഞ് ഫോണിൽ കൂടെ ഓരോന്ന് അയച്ചു കൊടുത്ത്, മാത്രമല്ല അവളുടെ ശരീരങ്ങൾ പ്രദർശിപ്പിച്ച്, അങ്ങനെ പല രീതികളിലും ഈ പെങ്കൊച്ചനെ ഇവൻ വശീകരിച്ചു. അതിനുശേഷം ഇവള് ചെയ്തപ്പെടുന്നറിയോ, കൂട്ടുകാർ 16 വയസ്സുള്ളൂ, കൂട്ടുകാരുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മേനെ പറ്റിച്ച് അവൾ ഇറങ്ങി. എന്നിട്ട് ചെറുക്കൻ്റെ കൂടെ പോവാണ്. അമ്മ എന്തോ ഭാഗ്യം കൊണ്ട് കൂട്ടുകാരിനെ വിളിച്ചു. അപ്പോൾ കൂട്ടുകാരി പറഞ്ഞു, ഇവിടെ വന്നിട്ടില്ല. അന്വേഷിച്ചു, കാണാനില്ല. പോലീസ് കേസ് കൊടുത്തു. ഇവിടെ മൊബൈൽ ട്രേസ് ചെയ്തപ്പോൾ ആലപ്പുഴ സൈഡിൽ ഒരു സ്ഥലത്ത് നിന്നാണ്. അങ്ങനെ മൊബൈൽ ടവർ ട്രേസ് ചെയ്ത് ചെന്ന് പിടിച്ചപ്പോൾ ഒരു ഹോട്ടലിൽ ഇവൻ മാത്രമല്ല, ഇവൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് ഈ പെങ്കുഞ്ഞുമായിട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുക. നഗ്നരായിട്ട് നിന്ന് പാപം ചെയ്ത അവസ്ഥയിൽ നിന്ന് കയ്യോടെ പിടിച്ചു. ഈ കുഞ്ഞിന് 16 വയസ്സ് പ്രായപൂർത്തിയായിട്ടില്ല. പ്രിയപ്പെട്ട മക്കളെ, ഈ 2 പേരും ജയിലിൽ. ഞാൻ പറയാ, ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തുന്ന മക്കള്, അപ്പനും അമ്മയും സ്നേഹിച്ചു വളർത്തുന്ന മക്കള്, അപ്പനെ പറ്റിച്ച് അമ്മേനെ പറ്റിച്ച് ഇന്നലെ കേട്ട ഒരു ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്ന ഒത്തിരിയേറെ പൈശാചികത പ്രിയപ്പെട്ട മക്കളെ നിഷ്ഠം പോലെയാണ്. ഈ മേഖലയിൽ അനേകം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾ മറന്നു പോകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്, ഞാൻ സ്വർഗത്തിൽ പോകേണ്ട കൊച്ചാ, എൻ്റെ ശരീരം ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതാ. ഈ ഒരു സത്യം മറന്നിട്ട് ഈ ഒരു ജഡികാസക്തിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി അനേകം മക്കള് ഈ പാപത്തിൽപ്പെട്ട്, ഈ പിശാചിൻ്റെ കുരുക്കിൽപ്പെട്ട് നശിച്ചു പോകുന്ന അനുഭവങ്ങൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ മേഖലയിൽ നമ്മുടെ മക്കളെ ഈശോയിലേക്ക് ചേർത്ത് നിർത്തി, മാത്രമല്ല ഇങ്ങനെ അടിമപ്പെട്ടു പോയ മക്കൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഈ അടിമത്തം, ഈ ബന്ധനം ആ മക്കളെ കെട്ടിപ്പൊട്ടി വയ്ക്കുക. പിന്നെ മറ്റൊന്ന്, ഇന്ന് ഒത്തിരിയേറെ സ്വാതന്ത്ര്യം. നമ്മുടെ നിയമങ്ങൾ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു പെൺകുട്ടി അവൾക്ക് ആരുടെയും പിന്നാലെ പോകാം, ആരെയും നോക്കണ്ട. സഭ വേണ്ട, കൂദാശ വേണ്ട, അപ്പം വേണ്ട, അമ്മ വേണ്ട. ഇതൊക്കെ മക്കൾക്കറിയാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, ഒരു ചെറുക്കൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഇറങ്ങി, ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുക്കൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. എന്നിട്ട് പോയി മതം മാറിയിട്ട് ഈ പെൺകുട്ടിയുടെ ഇവൻ്റെ വീട്ടിലിരിക്കുക. അപ്പോൾ ഒത്തിരിയേറെ പേര് വന്നിട്ടുണ്ട്. പെണ്ണിൻ്റെ വീട്ടുകാർ ഈ ചെറുക്കൻ്റെ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ കൂടിയുണ്ട്. ആ സമയത്ത് പോലീസ് വന്നു, ഭയങ്കര സംഘർഷമായി. ആ സമയത്താണ് ഇവൻ മൊബൈലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് പ്രായപൂർത്തിയായി. ഇവൻ ചോദിക്കുക, ഞങ്ങൾക്ക് പ്രായപൂർത്തിയായി, ജീവിക്കാൻ പാടില്ലേ, നിങ്ങളാരെ തടസ്സപ്പെടുത്താൻ?
നിയമം അനുവദിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കല്യാണം കഴിച്ചോട്ടില്ലോ, ഞങ്ങൾക്ക് ലിവിങ് ടുഗദർ ജീവിക്കാം, ഒരുമിച്ച് ജീവിക്കാം. ആരെ ചോദിക്കാനുള്ള, ആരെ പറയാനുള്ള? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ പ്രേമക്കുരുക്കിൻ്റെ വിശാലമായ മേഖലയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇന്ന് നിയമത്തിൻ്റെ പിൻബലമുണ്ട്. ഞാനിതിനെ പ്രായപൂർത്തി പിശാചെന്നാ വിളിക്കാം. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രായപൂർത്തി പിശാച. എന്തു ചെയ്യാം? അവിടെ ദൈവമില്ല, വിശ്വാസമില്ല, ആരുമില്ല, എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാവുന്നൊരവസ്ഥ. ഈ ഒരു ഗതികേട് ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രണയക്കുരുക്കിൽ പെടുത്തി ദൈവമക്കളെ വീഴ്ത്തുവാൻ വേണ്ടി അനേകം മക്കൾ അതിനുവേണ്ടി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതിനുശേഷം മതം മാറ്റി ഒത്തിരിയേറെ മക്കളെ നശിപ്പിച്ച അനുഭവങ്ങൾ നമുക്കുണ്ട്. ഒരു കാര്യം ഓർക്കണം മക്കളെ, ഈ പ്രണയവും ഈ പ്രേമത്തിൽപ്പെടുത്തി കുരുക്കിൽപ്പെടുത്തുന്നത് ആരെയും രക്ഷിക്കാനില്ല. നമുക്ക് ഒത്തിരി സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു കോളേജ് പ്രൊഫസറോട് സംസാരിക്കാനിടയിൽ ആ സാറിൻ്റെ സ്റ്റുഡൻറ്റ്, ക്രൈസ്തവ കുഞ്ഞ്, മിടുക്കിയായ കൊച്ച്, ആ കുഞ്ഞ് വലിയ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരു മറ്റു അന്തസ്തിൽപ്പെട്ട ഒരു ചെറുക്കനുമായിട്ട് പ്രേമം. സാറ് പറയാ, അവനെ കണ്ടാൽ ഒരു ഉച്ചാന്താടിക്ക് നീട്ടിട്ട് ഒരു കോലം. എങ്ങനെ ഈ കുഞ്ഞ് ഇവനെ സ്നേഹിച്ചു? അവസാനം സാറുമാരൊക്കെ പറഞ്ഞു, മാതാപിതാക്കൾ പറഞ്ഞു, അച്ഛന്മാർ പറഞ്ഞു, സിസ്റ്റേഴ്സ് പറഞ്ഞു, ഒന്നിനും കൂട്ടാക്കാതെ അവനെ കെട്ടി. സാറ് പറയാ, അഫ്ഗാനിസ്ഥാനിൽ പോയി 2 പേരും അവിടെ വെച്ച് പ്രത്യേക അവസ്ഥയിൽ കൊല്ലപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി പിശാച് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. പ്രതിചോർത്ത മക്കളെ, ക്രൈസ്തവ മക്കള് ദൈവത്തിന്റെ മക്കളാ. ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാ. അതുകൊണ്ട് തന്നെ വചനം പറയുന്നുണ്ടല്ലോ, 1 പത്രോസ് 5:8, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. അവൻ ഏത് വിധേനയും വീഴ്ത്തും. നമുക്കിപ്പോൾ ഇങ്ങനെ പ്രണയക്കുരുക്കിൽപ്പെട്ട് മതം മാറ്റി ഒത്തിരിയേറെ തകർത്ത 1-2 അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. അതായത് ആ മകളുടെ അനുഭവം, അതിനുശേഷം അവളുടെ ജീവിതത്തിൽ അവളെ വിവാഹം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവളെ അതിൽ നിന്നൊക്കെ തലാക്ക് ചൊല്ലി പുറത്താക്കി. സങ്കടത്തോടെ കണ്ണീരൊഴുക്കി ആ മകൾ പറയുന്ന അനുഭവം കേൾക്കണം മക്കളെ, നമ്മൾ കാണണം. സ്ത്രീയെ സംരക്ഷിക്കാൻ ആളുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരുമില്ല. ആ മനുഷ്യനെ വിശ്വസിച്ച് മതം മാറി. ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഇപ്പൊ ഞാനും എന്റെ കുഞ്ഞും ആത്മഹത്യ വല്ലതും ചെയ്യുവാണെങ്കിൽ ഈ കേസ് പലരും ഏറ്റെടുത്തിട്ട് എന്നാലും അടുത്തൊരാഴ്ച വരും. എന്റെ വീട്ടുകാരോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല, കാര്യം എന്റെ ഇഷ്ടപ്രകാരം ഞാൻ വിവാഹം കഴിച്ചാണ്. ആ മനുഷ്യനെ വിശ്വസിച്ച് മതം മാറി. ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഡിസംബർ 19 നമുക്ക് 18 വയസ്സ് തികഞ്ഞതിന് ശേഷം വളരെ പ്ലാൻഡ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത്. അതായത് അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്ത രീതിക്ക് എന്നെക്കൊണ്ട് വഴക്ക് പറഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം പോലെ ഉണ്ടാക്കി അങ്ങനെ പോയതാണ്. അതായത് എൻ്റെ മാത്രം കുഴപ്പമാക്കി വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ മാത്രം കുഴപ്പമാക്കി വരുത്താൻ വേണ്ടിയിട്ട് വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവർ ഇതിൽ പങ്കാളിയല്ലാത്ത രീതിക്ക്. പക്ഷെ നമുക്കറിയാം അത് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്തതാണെന്ന് നമുക്ക് ഉറപ്പാണ്. അതിപ്പോൾ ഈ +2 കയറിയതിന് ശേഷം അത്രേ ഉണ്ടാവാൻ വഴിയുള്ളൂ. അതുവരെ അവൾക്ക് ഇങ്ങനെ സീരിയസ് ഒന്നുമില്ല. അവൾ കളിച്ച് നടക്കുന്ന പ്രായമാണ്. അതുവരെ അത്ര സീരിയസ് ഒന്നുമില്ലായിരുന്നു. ഇപ്പം ഈ ഒരു +2 കയറിയതിന് ശേഷം ഒരു 3-4 മാസമായിട്ട് അവൻ മൊബൈൽ വേറെ മേടിച്ചു കൊടുത്ത് രഹസ്യമായിട്ട്. അതുവരെ എൻ്റെ മൊബൈലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ ഞാൻ അവൾക്കൊരു മൊബൈൽ മേടിച്ച് കൊടുത്തു. അതുപോലും എൻ്റെ മുമ്പിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവെക്കുന്നു, പഠിക്കുന്നു. ഇത് കഴിഞ്ഞ് രാത്രി കിടക്കുന്ന കഴിയുമ്പോഴാണ് ഈ മൊബൈലിലുള്ള വിളിയും പരിപാടിയും. പരിചയപ്പെടുത്തിയത് അവളുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ ചേച്ചിയുടെ കല്യാണ ഫംഗ്ഷന് പോയപ്പോഴാണ് പരിചയപ്പെട്ടത്. അതൊരു മുസ്ലിം കുടുംബം തന്നെയായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞൊരു പക്ഷേ ഇവർ കൂടുതൽ പ്രോത്സാഹനം നൽകിയിട്ടുണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെനിക്ക് സംശയമൊന്നുമില്ല, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. കേട്ടോ പ്രിയപ്പെട്ട മക്കളെ, ആ മക്കളുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ ഒത്തിരിയേറെ നല്ല പോലെ ജീവിച്ച മക്കളാണ്. പക്ഷെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കൂട്ടുകാർ അവിടെയൊക്കെ പ്രേരണയിൽ പെട്ടുപോയി. അങ്ങനെ ജീവിതം നശിച്ചു പോയ അനേകം മക്കളുടെ അനുഭവങ്ങൾ
ഇന്ന് പച്ചയ്ക്ക് നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ ചങ്ക് പൊട്ടി ദൈവസന്നിധിയിൽ ഈ മക്കൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ അറിയണം ഇത് പിശാചാണ്. എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം. അവിടെ ഒരു സംഭവമുണ്ട്. ഇതാണ് സംഭവ പശ്ചാത്തലം. സീസറിന് നികുതി കൊടുക്കണമോ? ഈശോയെക്കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഫരിസേയരും നിയമജ്ഞരും ഹെരോദേസ് പക്ഷക്കാരും കടന്നു വരിക. നീ നന്നായിട്ട് ഉത്തരം പറയുന്നു, ഈശോയെ അങ്ങോട്ട് സ്തുതിപ്പിക്കുക. എന്നാലും ചോദിക്കണേ, സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണ്. അങ്ങനെ ഈശോയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഈശോ കൊടുത്ത ഉത്തരം കേട്ടോട്ടോ. അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കപട നാട്ടിക്കാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കണ്ടോ മക്കളെ, ഈശോയ്ക്കറിയാം ഇവരെ എന്നെ സുഖിപ്പിച്ചു വരുന്നതല്ല. ഇവരുടെ ലക്ഷ്യം എന്നെ കൊല്ലാന്നുള്ളതാ, എന്നെ കൊടുക്കാന്നുള്ളതാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു ദുഷ്ടത നമ്മുടെ മക്കള് തിരിച്ചറിയണം. പ്രേമമായിട്ട് വരുന്നവര്, പറ്റിക്കാൻ വേണ്ടി വരുന്നവര്, ചതിക്കാൻ വേണ്ടി വരുന്നവര്, എന്നെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നതാ. അപ്പ ചോദിക്കണം, നിനക്കെന്താ വേണ്ടേ? നിന്റെ സ്വരം നല്ലതാ, നീ കാണാൻ മിടിക്കുക, നീ പൊളിയ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവർ അറിയണം, അവന്റെ ദുഷ്ടത, അവന്റെ കപടത അറിയാനുള്ള വലിയ ഒരു ദൈവിക ജ്ഞാനം നമ്മുടെ മക്കൾക്ക് വേണം. നമുക്കറിയാം ഇന്ന് സാത്താൻ കടന്നു വരുന്നത് നമ്മളെ സുഖിപ്പിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും നമ്മുടെ കഴിവിലൊക്കെ പറഞ്ഞു. അവർക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകണം. മക്കൾ നോക്കിയോടെ മക്കളെ, ഈ മക്കളൊക്കെ ഭയങ്കര, എനിക്കൊരു കുറേ അനുഭവം ധ്യാനത്തിനൊക്കെ ഒത്തിരി മക്കൾ അച്ഛന് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പൻ്റെ അമ്മയുടെ കണ്ണീര് വീഴുക. ഈ മക്കൾക്കൊരു കൂസലുമില്ല. ഞാൻ തന്നെ കാലെ പിടിച്ച്, മോളെ നീ നശിക്കാനെ പോണേ. ഈ മക്കളോട് ചോദിക്കുമ്പോണ്ടല്ലോ, ഈ മക്കൾ അടിമപ്പെട്ട് കിടക്കുന്ന കുടുക്ക് നിങ്ങൾക്കറിയാമോ? ഇവന്മാർ ചെയ്യുന്ന പരിപാടിയാണ് ഈ കുഞ്ഞിനെ കൊണ്ട് ഓരോന്നോരോന്ന് പറയിപ്പിച്ച് ഈ കുഞ്ഞുമായിട്ട് ജഡിക പാപം ചെയ്യും. അത് മൊബൈലിൽ പകർത്തും, എന്നിട്ട് ഇത് വച്ച് വിലപേശും. അതുമാത്രമല്ല, ഇവന്മാർ ചെയ്യണ ചില കർമ്മമുണ്ട് മക്കളെ, ഞാൻ പച്ചയ്ക്ക് പറയാ, ചില ആഭിചാര്യ ക്രിയകൾ ഈ മക്കൾക്കെതിരെ ചെയ്യും. ഞാനൊരു 3-4 കേസ് ഞാൻ വിടിവിച്ച അനുഭവങ്ങൾ എനിക്കറിയാം. ചില സമ്മാനങ്ങൾ, അതിൽ ചില സാധനങ്ങൾ ക്ഷുദ്രം പോലെ ആവാഹിച്ചു കൊടുക്കും. ഈ അറേബ്യൻ വശീകരണ യന്ത്രം പോലെ. നമ്മൾ ചിലപ്പോൾ, ഞാൻ ഓർക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പല സ്ഥലത്തും ധ്യാനങ്ങളിൽ പറഞ്ഞപ്പോൾ, ഈ പ്രേമക്കുരുക്കിനെ കുറിച്ചും ലവ് ജിഹാദിനെ കുറിച്ചും ഇങ്ങനെയുള്ള പൈശാചികമായ പ്രവൃത്തികളെക്കുറിച്ചും പല സ്ഥലത്തും പറഞ്ഞപ്പോൾ അച്ഛന് പണ്ട് പലരും പറഞ്ഞു, അച്ഛൻ മതസ്പർദ്ധ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ യുദ്ധം ഒരു വ്യക്തിക്കെതിരെയല്ല. നമ്മുടെ യുദ്ധം മാംസത്തിനും രക്തത്തിനും എതിരല്ല. പിശാചിന്, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര യുഗത്തിലെ ദുരാത്മാക്കൾക്കും എതിരാണ്. ഈ ചെയ്യുന്ന പ്രവൃത്തി ദൈവികമല്ല, ഇത് പൈശാചികമാ. അതിനെതിരെ പറഞ്ഞപ്പോ എന്നോട് ഒരുത്തം പാടിച്ച പറയാ, ഒരു ധ്യാനക്കുരു എന്നോട് പറയാണ്, അച്ഛൻ ആരാ ഉടുപ്പ് തന്നെന്ന് എന്നോട്. ഞാൻ ഓർക്കുക, ഈ മക്കളുടെ അവസ്ഥ മനസ്സിലാക്കി അനേകം മക്കളുടെ പച്ചയായ അനുഭവങ്ങൾ, അനേകം അപ്പന്മാരുടെയും അമ്മമാരുടെയും കണ്ണുനീര്. ഒറ്റ മോള് ഇതിലൊക്കെ ഉണ്ടല്ലോ, MSc കഴിഞ്ഞ പിള്ളേര്, MCA കഴിഞ്ഞ പിള്ളേര്. അതുമാത്രമല്ല മക്കളെ, പള്ളിയിൽ പാട്ടുപാടിയ പിള്ളേര്, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച മക്കള്, ഈശോയോടൊക്കെ ഭയങ്കര ബന്ധമുണ്ടെന്നൊക്കെ പറയപ്പെടുന്ന മക്കള്. വീട്ടിൽ പോയി കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, അപ്പൻ്റെ അമ്മയുണ്ട്, 2 ചേട്ടന്മാരുണ്ട്, അനിയത്തി കുഞ്ഞ്, MCA കഴിഞ്ഞു വെച്ചാ ഇതുപോലെ ഒരു ചെറുക്കനുമായിട്ട് പ്രേമം. അവൻ്റെ കൂടെ പോണം. ഇന്ന് പള്ളിയില്ല. അതാ ഞാൻ ഓർക്കണം മക്കളെ, ഈശോയുടെ കണ്ണീരുണ്ടില്ല, ഒത്തിരി വീഴുന്നുണ്ട്. സ്വർഗം നിലവിളിക്കുക, ഞാൻ രക്തം കൊടുത്ത് വീണ്ടെടുത്ത മക്കള്, എന്റെ കൂടെ നിന്ന മക്കള്, എന്റെ സ്വന്തമായ മക്കള് എന്നെ വിട്ട് പോകുന്നു. ആ ഒരു നിലവിളിയുടെ സ്വരം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വളരെ ശക്തമാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയണം, നമ്മളറിയണം. അച്ഛന്മാരും സിസ്റ്റേഴ്സും അപ്പന്മാരും അമ്മമാരും പ്രിയപ്പെട്ട മക്കളെ അറിയണം. ഇന്ന് നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ആഭിചാര്യത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും ക്ഷുദ്രത്തിൻ്റെയും മാത്രമല്ല മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു. കേട്ടില്ലേ? മൊബൈൽ വാങ്ങിച്ചു കൊടുക്കും, കൂട്ടുകാരെ കൊണ്ട് പ്രേരിപ്പിക്കും. അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുമ്പോൾ നമ്മുടെ മക്കൾ അറിയണം,
ഇങ്ങനൊരു ശത്രുവുണ്ട്. അവനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രവർത്തിക്കണം. എന്ത് വശീകരണം വന്നാലും, ഏത് പ്രലോഭനം വന്നാലും പറയാൻ പറ്റണം, ഞാൻ എൻ്റെ യേശുവിന്റെ മോനാ, എൻ്റെ യേശുവിന്റെ മോളാ, എൻ്റെ ശരീരം ദൈവത്തിന്റെ ആലയമാ. അതിന് സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, ദൈവവുമായിട്ട് നല്ല ബന്ധം വേണം. മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന ഇന്ന് പണ്ടത്തേതുപോലെ ആയിട്ട് കാര്യമില്ല മക്കളെ. ഇന്ന് പണ്ടത്തെ കാലഘട്ടമല്ല. പിശാച് അതുപോലെ ശക്തമായിട്ട് മാധ്യമങ്ങളിലൂടെയും അതുപോലെ ഈ ആഭിചാരത്തിലൂടെയും ശക്തമായിട്ട് പ്രത്യക്ഷമായിട്ട് പ്രകടമായിട്ട് കടന്നു വരുമ്പോ നമ്മൾ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും വലിയ ശക്തി നമ്മൾ പ്രയോഗിക്കണം. വിശുദ്ധ അൽഫോൻസസ് ലിഗോരി പറയുന്നുണ്ട്, സഹനത്തിന് അണുബോംബിനേക്കാൾ ശക്തിയുണ്ട്. സഹനത്തിന് നമുക്കറിയാം, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ആയുധമാണ് സഹനം. വേറെ ഏതെങ്കിലും ആയുധം ഉണ്ടായിരുന്നെങ്കിൽ, ശത്രുവിനെ പരാജയപ്പെടുത്താൻ, പിശാചിനെ പരാജയപ്പെടുത്താൻ ഏതെങ്കിലും മറ്റ് ആയുധം ഉണ്ടായിരുന്നെങ്കിൽ യേശു കുരിശിൽ മരിക്കില്ലായിരുന്നു മക്കളെ. അണുബോംബുകൾ ഈ ലോകത്തിൽ ഒത്തിരി ആയുധങ്ങളുണ്ട്. പിശാചിനെ കൊല്ലാൻ പറ്റുമോ? തിന്മയെ പരാജയപ്പെടുത്താൻ പറ്റുമോ? ഇല്ല മക്കളെ. അതിനുള്ള വലിയ ആയുധമാണ്, അണുബോംബിനേക്കാൾ ശക്തിയുള്ള ആയുധമാണ് മക്കളെ സഹനം. അതുകൊണ്ടാണ് നമ്മൾ ഈ 40 ദിവസങ്ങൾ ഉപവാസത്തിലൂടെയും ജാഗരണത്തിലൂടെയും വലിയ ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ പിശാചിന്റെ അവസ്ഥ മനസ്സിലാക്കി, ഈശോ പറഞ്ഞ പോലെ ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ പിശാച് വിട്ടുപോകത്തില്ല. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളൊക്കെ പിശാചിന്റെ പല പല മേഖലകളെ തുറന്ന് കാണിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് തൻ്റെ മക്കളായ നമ്മോട് പറയാ, മക്കളെ പ്രാർത്ഥിക്ക്, 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 ഉപവസിക്ക്, ത്യാഗം ചെയ്യ്, എന്നിട്ട് സഹനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ദിവസങ്ങളൊക്കെ ഉപവസിക്കണം. മാംസം, നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടെന്ന് വയ്ക്കണം. നമുക്കിഷ്ടപ്പെട്ട കാഴ്ചകൾ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾ വിട്ടുപേക്ഷിക്കണം. ഒത്തിരിയേറെ ത്യാഗപ്രവർത്തികൾ, നമുക്ക് ജഡത്തിന് സുഖം തരുന്ന എല്ലാ പ്രവൃത്തികളും എന്ന പോലെ വിട്ടുപേക്ഷിച്ച് ശക്തമായ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കരുത്താർജിച്ചെടുത്തുകൊണ്ട് സഹനമേറ്റെടുത്ത് കുരിശോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഇവിടെ എനിക്ക് ഇങ്ങനെ പ്രണയക്കുരുക്കിൽ വീണു പോയ മക്കളെ പ്രതി വേദനിക്കുന്ന അനേകം അപ്പന്മാരോടും അമ്മമാരോടും പ്രിയപ്പെട്ടവരോടും പറയാനുള്ളത്, നിങ്ങൾ ഈ മക്കളെ ശപിച്ചിട്ട് കാര്യമില്ലട്ടാ, ഈ മക്കളെ പഴിച്ചിട്ട് കാര്യമില്ല. ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചങ്കുപൊട്ടി ത്യാഗമേറ്റെടുത്ത്, മാത്രമല്ല ഈ മക്കളിലൂടെ നിങ്ങൾക്കുണ്ടായ വേദന, നിങ്ങൾക്കുണ്ടായ സങ്കടങ്ങൾ, അതെല്ലാം കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ നമ്മുടെ മക്കളെ ഈ പിശാചിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ പ്രണയക്കുരുക്കെന്ന് പറയുന്ന പൈശാചികതയിൽ നിന്ന് നമ്മുടെ മക്കളെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. പിന്നെ വേറൊന്നും കൂടി നമ്മളിപ്പോൾ കാണേണ്ട കാര്യമാണ്, ഈ പെൺകുട്ടികളെ ഇവർ വീഴ്ത്തണ ചില വഴികളുണ്ട്. നമ്മൾ മാതാപിതാക്കളും മക്കളും അത് അറിഞ്ഞിരിക്കണം. ഇതെങ്ങനെയാണ് ഇവർ വീഴ്ത്തണേ? ഇവർ ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സ്നേഹം നടിക്കും, ഭയങ്കരമായിട്ട് പുകഴ്ത്തും. ഈശോയുടെ അടുത്തേക്ക് വന്നില്ലേ, അപ്പോൾ ഈശോ അത് മനസ്സിലാക്കി എന്താണെന്നത്. ഇപ്പോൾ 1-2 അനുഭവങ്ങൾ നമുക്കിപ്പോൾ കാണാം. എങ്ങനെയാണ് ഈ പ്രണയക്കുരുക്കിൽ ഈ നമ്മുടെ മക്കളെ ഇവർ വീഴ്ത്തുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. മതം മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രണയം ഇല്ല എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ ആ പറയുന്നത് നുണയാണ്. അങ്ങനെയുള്ള പ്രണയങ്ങളുടെ എത്രയോ ഇരകളെ, അവരുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ ഞങ്ങൾ കണ്ടിരിക്കുന്നു. എത്രയോ പേർ ഞങ്ങളുടെ മുമ്പിലിരുന്ന് കണ്ണുനീർ ഒഴുക്കിയിരിക്കുന്നു. സ്ത്രീ ശരീരത്തിൽ പുതിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും മാറ്റങ്ങൾ വരികയും ചെയ്യുന്ന സമയമുണ്ടല്ലോ, ഏതാണ്ട് ഒരു 13-14 വയസ്സ്. ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ മുതൽ ഇവർ നോട്ടമിടുന്നുണ്ട്. തിരിച്ചറിവില്ലാത്ത ആ പ്രായത്തിലുള്ളവരെയാണ് വലയിൽ വീഴ്ത്താൻ ഏറ്റവും എളുപ്പം എന്നിവർക്കറിയാം. അതുകൊണ്ടാണ് ആ പ്രായം മുതലുള്ളവരെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. തുടക്കത്തിലൊക്കെ പരിശുദ്ധ പ്രണയത്തിന്റെ വക്താക്കളായി പ്രത്യക്ഷപ്പെടുന്ന ഇവര് പെൺകുട്ടികളുടെ സ്വഭാവം അനുസരിച്ചാണ് ഇടപെടുക. +1 മുമ്പ്, അതായത് ഏകദേശം ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള കുഞ്ഞുങ്ങൾ ഇത്തരം കെണികളിൽ പെട്ടിരിക്കുന്ന പല കേസുകളും എനിക്കറിയാം. പക്ഷേ ഒരു 10th ശേഷമുള്ള കുട്ടികളെ നമ്മൾ
മനസ്സിലാക്കിയാൽ ഈ കുഞ്ഞുങ്ങൾ ചെന്ന് വിട്ടേക്കുന്നത് അധികം അവരുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ അവരെന്നും കൂടെ പോകുന്നത് അല്ലെങ്കിൽ ഓട്ടോയിൽ അവർ സഞ്ചരിച്ചിരുന്ന സമയങ്ങളിലൊക്കെ വന്നു പെട്ടിട്ടുള്ള പ്രണയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ഈ കേസിൻ്റെയൊക്കെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ബ്രദർലി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫാദർലി ഫിഗർ ആയിട്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുക. ശരിക്കും സ്വന്തം കുഞ്ഞുങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, എൻ്റെ അപ്പച്ചനെ പോലെ അല്ലെങ്കിൽ ഡാഡിയെ പോലെ അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനെ പോലെ എനിക്ക് ഫീൽ ചെയ്തത് ആദ്യം. എല്ലാ കാര്യത്തിലും ഒരു ക്രിസ്ത്യൻ കുട്ടി എടുക്കാത്ത ഇനിഷ്യേറ്റീവ് ഇവർ ഈ കുഞ്ഞിൻ്റെ മേലെടുക്കുന്നുണ്ട്. കേട്ടോ മക്കളെ, എങ്ങനെയെങ്കിലും നമ്മുടെ മക്കളെ വീഴ്ത്തണം. പിശാചിൻ്റെ സ്വഭാവത, അവനെപ്പോഴും മധുരം പുരട്ടിക്കൊണ്ടേ കടന്നു വരത്തുള്ളൂ. അവന് പതുക്കെ പതുക്കെ വന്ന് സഹോദരനെ പോലെ, കൂട്ടുകാരനെ പോലെ, അപ്പനെ പോലെ, സംരക്ഷകനെ പോലെ കടന്നു വരും. എന്നിട്ട് പതുക്കെ പതുക്കെ നമ്മുടെ മക്കളുടെ മേൽ അവർ ജഡികമായ ആധിപത്യങ്ങൾ സ്ഥാപിച്ച് നമ്മുടെ മക്കളെ വീഴ്ത്തും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ ഒരു തലത്തിൽ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ മക്കളെ തമ്പുരാനോട് ചേർത്ത് നിർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സഭയുടെയും വലിയ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളോട് സത്യമായ കാര്യങ്ങൾ പറയണം. ഈശോയെക്കുറിച്ച്, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച്, ഈശോയുടെ കരുണയെക്കുറിച്ച് പറയണം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരണം. നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച, നമ്മെ രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ മരിച്ച, നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മെ സ്നേഹിച്ച ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഈ മാസം ജൂലൈ മാസം തിരുരക്തത്തിൻ്റെ പ്രത്യേക വണക്കമാസമാണ്. കഴിഞ്ഞ മാസം തിരുഹൃദയത്തിൻ്റെ മാസമാണ്. ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മെ രക്ഷിക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോ അതുപോലെ സ്നേഹിച്ചുകൊണ്ട് വിളിക്കുക. ആ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാൻ നമുക്ക് ഇടയാകണം. ഞാൻ ഓർക്കുക, ഈ കാലഘട്ടത്തിൽ സത്യമായ പ്രബോധനങ്ങളിലൂടെ, കൂദാശകളിലൂടെ, വചനങ്ങളിലൂടെ സ്വർഗത്തിനു വേണ്ടി നമ്മുടെ മക്കളെ വേർതിരിക്കണം. മക്കളെ, അതിനുവേണ്ടി നമ്മൾ ജീവിക്കണം. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും, ഏത് ജഡിക സുഖം കിട്ടിയാലും, ജഡിക സന്തോഷം കിട്ടിയാലും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നില്ല എന്ന വലിയ സത്യം അനേകം അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ, ചാരിത്രം നഷ്ടപ്പെട്ടാൽ അതിനെ പരിശുദ്ധി എന്നേക്കുമായിട്ട് പോവും. പിന്നെ ആ കുഞ്ഞിന് നല്ല ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. ആ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ നമുക്കറിയാം, കുട്ടികളുടെ സ്വാഭാവിക നിഷ്കളങ്കതയും സ്ത്രീകളുടെ ചാരിത്രശുദ്ധിയും നഷ്ടമായാൽ പിന്നെ അവർക്ക് വിശുദ്ധമായ ഒരു ജീവിതം ജീവിക്കുവാൻ സാധ്യമല്ലാതെ വരും. അതിനാൽ തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ഒരു മേഖലയിൽ വിശുദ്ധീകരിക്കാനും മക്കളെ ദൈവകൃപയിൽ നിലനിർത്തുവാനും സാധിക്കും. അതിനുവേണ്ടി ഞാൻ ഓർക്കുക, നെഹമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൻ്റെ 25-ാം വചനത്തിൽ ദൈവമായ കർത്താവിൻ്റെ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ഒരു ശക്തമായ പ്രവൃത്തി ചെയ്യുക. മിശ്ര വിവാഹം, സമൂഹം വിട്ട്, വിശ്വാസം വിട്ട്, ദൈവത്തെ വിട്ട് പടിയിറങ്ങിപ്പോകുന്ന മക്കളെ കണ്ടിട്ട് ചങ്ക് പൊട്ടി കരഞ്ഞ് നെഹമ്യാ പ്രവാചകൻ ചെയ്തൊരു പ്രവൃത്തി. നെഹമ്യാ 13:25, ഞാൻ അവരോട് തർക്കിക്കുകയും അവരെ ശപിക്കുകയും ചിലരെ പ്രഹരിക്കുകയും ചെയ്തു. അവരുടെ തലമുടി ഞാൻ വലിച്ചു പറിച്ചു. അവരെ കൊണ്ട് ദൈവനാമത്തിൽ ശപഥം ചെയ്യിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് നൽകുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ സ്വീകരിക്കുകയോ അരുത്. പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളോട് ദൈവത്തിൻ്റെ വചനം, ദൈവം പറഞ്ഞ പോലെ ജീവിക്കാനും പ്രവർത്തിക്കാനും വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പൗരോഹിത്യത്തിലും ശുശ്രൂഷകളിലും ധ്യാനങ്ങളിലും നമ്മുടെ കുടുംബത്തിലും മക്കളോട് സത്യമായ കാര്യം പറഞ്ഞു കൊടുക്കണം. ദൈവം പറഞ്ഞ കാര്യം. അതിന് നമുക്ക് സാധിക്കാതെ പോയതിൻ്റെ വലിയ ഒരു ദുരന്തം ഈ പ്രണയക്കുരുക്കിൽ പെട്ടുപോകാൻ കാരണം എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വലിയ ഉത്തരവാദിത്വമാണ് മക്കളെ,
ഈ മേഖലകളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം, പ്രേമക്കുരുക്കിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, നാശത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇത് പിശാചിന്റെ ശക്തമായ പ്രവൃത്തിയാണ്, അത് നശിപ്പിക്കും, കൊല്ലും, ഇല്ലാതാക്കും എന്ന സത്യം പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ഈ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മക്കളെ, ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഈ കാലഘട്ടം നമ്മുടെ മക്കളെ സംബന്ധിച്ച് വളരെയേറെ ദയനീയമായൊരു കാലഘട്ടമാണ്. നമ്മുടെ മക്കൾ ഈ കാലഘട്ടത്തിൽ ഈ പ്രേമക്കുരുക്കിൻ്റെയും ഈ പൈശാചികതയുടെയും ഈ ആഭിചാര്യത്തിൻ്റെയും ഒക്കെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ അതിജീവിക്കണമെങ്കിൽ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ നമ്മളാകുന്ന മക്കൾ, അച്ഛന്മാരും സിസ്റ്റേഴ്സും മാതാപിതാക്കളും എല്ലാ മക്കളും ഒരുമിച്ച് നിന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് കണ്ണീരൊഴുക്കി ഉപവസിച്ച് പ്രാർത്ഥിക്കണം മക്കളെ. കാരണം സാത്താൻ അത്ര ശക്തമായിട്ട് അവൻ്റെ വല വിരിച്ചിരിക്കുന്നു, അവൻ്റെ കെണി എല്ലാ വിശിഷ്ട വിഭവങ്ങളും വെച്ചുകൊണ്ട് കെണിയൊരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതറിഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളെ ഈശോയോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്, വിശുദ്ധരുടെ മാലാഖമാരുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ മക്കളെല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത അമ്മയുടെ സംരക്ഷണം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണമേ, സംരക്ഷിക്കണമേ. പൈശാചികതയിൽ നിന്ന്, ഈ പ്രേമക്കുരുക്കിൽ നിന്ന്, ഈ കെണിയിൽ നിന്ന് കർത്താവേ ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട റാണി ചേച്ചിയിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ നമുക്ക് ശ്രദ്ധാപൂർവം ഈ സമയം ശ്രവിക്കാം. 1997 മാർച്ച് 30 ഈസ്റ്റർ ദിനത്തിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം, മക്കളെ, നൂറ്റാണ്ടുകളായി മനുഷ്യ മക്കളുടെ സ്മരണയ്ക്കായി ആവർത്തിക്കപ്പെടുന്ന സംഭവമാണിത്. എന്നാൽ പരിശുദ്ധിയുടെ പാതയിൽ പുനരുത്ഥാനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്ന എത്ര മക്കളുണ്ട് ഇന്നത്തെ ലോകത്തിൽ? ലോകസുഖങ്ങൾക്കും ലൗകികതയ്ക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന പാവമക്കൾ. മക്കളെ, അവർക്കായി എന്നോടൊപ്പം പ്രാർത്ഥനയുടെ പാന്താവിൽ നടക്കുക. ഈ ലോകത്തെ കാത്തിരിക്കുന്ന പുതുയുഗത്തിലേക്ക് പ്രാർത്ഥനയിൽ കൂടി മാത്രമേ പ്രവേശിക്കാനാവൂ. മക്കളെ, എൻ്റെ പക്കലണയുന്ന മക്കളെ, ദൈവവര പ്രസാദത്താലും സാന്ത്വനത്താലും നിറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വലിയ മണൽക്കാടായ ഭൂമിയിലും പാപയാതനയാൽ നീറുന്ന മനുഷ്യ ജീവിതത്തിലും പൊഴിയുന്ന ഹിമകണമാണ് യേശുവിൻ്റെ വചനം. വിരസതയും അലസതയും മൂലം ഉണങ്ങി മുരടിച്ച ചെടി പോലെ എത്രയോ മക്കളാണ് തിരുസഭയിലുള്ളത്. മക്കളെ, ഉണങ്ങി വരണ്ട ആ ഹൃദയങ്ങളിലേക്ക് ശീതളമാരി വർഷിക്കാനുള്ള തിരുവുത്ഥാനത്തിൻ്റെ ദിനമാണിന്ന് എന്ന് എന്തേ അവരോർക്കാത്തത്? നവജീവൻ്റെ ഊഷ്മളത അനുഭവിക്കാൻ ആ മക്കളെ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ നമ്മളോട് പറയുക, നമ്മെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കണമെന്ന്. മഹത്വത്തിൻ്റെ കൃപ സ്വീകരിക്കുവാൻ നമ്മൾ ഒരുങ്ങണമെന്ന് അമ്മ പറയുക. ഒരു ഈസ്റ്റർ ദിനത്തിലാണ് ഈ സന്ദേശം നൽകിയത് എന്നതുകൊണ്ട് തന്നെ അമ്മ പറയുന്നു,
പുനരുത്ഥാനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ മക്കൾ പഠിക്കണം. പുനരുത്ഥാനം എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച് കെട്ടടങ്ങിപ്പോയ ഒരു സംഭവമല്ല അത്. പുനരുത്ഥാനം എങ്ങനെയുണ്ടായി? ഉത്ഥാനത്തിന് മുൻപ് ഒരു കുരിശുമരണം ഉണ്ടായില്ലേ? ആ കുരിശുമരണം മരണത്തിലൂടെ അവസാനിച്ചില്ല, അത് ഉത്ഥാനത്തിലേക്ക് നയിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിനമാണല്ലോ ഈസ്റ്റർ ദിനം. പാപം നിറഞ്ഞ മനുഷ്യനെ പാപമേശാത്ത യേശുനാഥൻ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കും രോഗങ്ങൾക്കും പാപങ്ങൾക്കും യാതനകൾക്കും എല്ലാമായി ഇവയെല്ലാം സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച് കുരിശിലേറി. എല്ലാവരും പറയും കർത്താവ് കുരിശിലേറി. സത്യമാണത്. ലോകം ദൈവത്തിന് കൊടുത്ത സമ്മാനം കുരിശാണെങ്കിൽ ദൈവം കയറിയത് അവിടുത്തെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലേക്കാണ്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ പറയും, മക്കളെ, ഞാൻ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് എന്തെന്നോ, എൻ്റെ മകൻ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലേക്ക് കയറുന്നു എന്ന്. എൻ്റെ മകൻ സിംഹാസനത്തിൽ കയറാൻ ഇത്രയേറെ സഹിച്ചെങ്കിൽ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ കൊച്ചു സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ആ കുരിശിൻ്റെ അരികിലേക്കൊന്ന് ചെല്ലണമെന്ന് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്. നമ്മുടെ ഒരു സങ്കടങ്ങളും ഒരു യാതനയിലോ സങ്കടത്തിലോ ഒരു രോഗത്തിലോ അവസാനിക്കാനുള്ളതല്ല. അപ്പുറത്ത് ഉത്ഥാനമുണ്ട്. നമുക്ക് പുനരുത്ഥാനത്തിൻ്റെ വഴി തുറന്നു തന്നിരിക്കുക ഈശോ. നമ്മളിപ്പോഴും അടിമത്തത്തിലാണ്. നമ്മളാണ് നമ്മുടെ അടിമച്ചങ്ങല സൃഷ്ടിച്ചെടുക്കുന്നത്. പരമപരിശുദ്ധനായ ഈശോനാഥൻ, പരിശുദ്ധനായ ഈശോനാഥൻ പരിശുദ്ധിയോടെ ജീവിക്കാൻ മനുഷ്യമക്കളെ പഠിപ്പിക്കേണ്ടതിന് പരിശുദ്ധ അമ്മയെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അമ്മ ഏറ്റെടുത്ത ദൗത്യത്തിലൂടെ അമ്മ പറഞ്ഞു തരുന്നത് ഇതാ, മക്കളെ, പുനരുത്ഥാനത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ വാ. അത് വെളിച്ചത്തിൻ്റെ വഴിയാണ്. ആ വെളിച്ചത്തെ മറയ്ക്കുന്ന അന്ധകാരം നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാനാ ഞാൻ ഈ വഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പുനരുത്ഥാനത്തിൻ്റെ വഴി വെളിച്ചത്തിൻ്റെ വഴിയാണ്. പുനരുത്ഥാനം ചെയ്ത ഒരു ദൈവമേ ഉള്ളത് യേശു ക്രിസ്തുവാണ്. ഏക ദൈവം, ഏക രക്ഷ, ഏക രക്ഷകൻ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന് മാത്രമേ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു എന്ന് സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആ നാഥൻ്റെ തിരുമാറിലെ മുറിവും കൈകാലുകളിലെ മുറിവുകളും ലോകത്തിന് സാക്ഷ്യമായി ഇന്നും നിലകൊള്ളുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, മുറിവുകൾ ആഴം കൂട്ടാതെ പ്രാർത്ഥനയുടെ വഴിയിലൂടെ വന്ന് വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ഇരുട്ടിനെ പഴിചാരിക്കൊണ്ടിരിക്കാതെ ഇരുട്ടിനെ മറികടക്കുന്ന വെളിച്ചമായി നമ്മൾ ഓരോരുത്തരും മാറാൻ ശ്രമിക്കണമെന്ന് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 1997 മെയ് 1-ാം തീയതി അന്ന് പൊതു ഒഴിവ് ദിവസമാണ്. നമ്മുടെ ഔസേപ്പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കാൻ സഭാമാതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസവുമാണ്. അന്നേ ദിവസം ഒത്തിരിയേറെ മക്കൾ ഇവിടെ പ്രാർത്ഥിക്കാനായി വന്നു. അന്ന് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ഈ ചാപ്പലില്ല, ആ ഒരു കൊച്ചു ഭവനത്തിലാണ് പ്രാർത്ഥന നടക്കുന്നത്. അന്ന് രാവിലെയെന്നോ രാത്രിയെന്നോ പറയാനൊന്നും നമുക്ക് പറ്റില്ല. അതുപോലെ രാത്രിയും പകലും ഒരുപോലെ ദൈവമക്കൾ പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന സമയമായിരുന്നു. പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച് ജപമാല പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്ത് നിന്ന് വന്ന ഒരു ഫാമിലി പ്രാർത്ഥിക്കാനായി അകത്തേക്ക് കയറി. ആ അപ്പച്ചനും അമ്മച്ചിയും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവരുടെ 3 മക്കൾ ഉണ്ടായിരുന്നു. 3 എന്നാണ് ഇന്ന് ഞാൻ ഓർക്കുന്നത്. അവരെന്തായാലും വാഹനത്തിൽ തന്നെ ഇരിക്കുക. പ്രാർത്ഥിക്കാനായിട്ടോ ഇവിടെ നടക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച് ഉൾക്കൊള്ളാനായിട്ടോ അവർക്ക് സാധിക്കുന്നില്ല. അത് കാരണം ആ അപ്പച്ചനും അമ്മച്ചിയും പ്രാർത്ഥിച്ചു. ആ സമയം മുൻവശത്തുകൂടെ ഒരു കുടം നിറച്ച് വെള്ളവുമായിട്ട് വരുന്ന മക്കൾക്ക് ബാത്റൂമിൽ പോകാനായിട്ട് തൊട്ടിയിൽ വെള്ളമൊഴിക്കാൻ ഞാൻ വെള്ളം കൊണ്ടുപോവുക. അപ്പോൾ വല്ലാതെ കണ്ണ് വേദനിക്കുന്നു. ഒരു കുടം വെള്ളം ഒഴിച്ചു. അതിന് മുൻപും കുറേ കുടങ്ങൾ വെള്ളം കൊണ്ട് ഒഴിച്ചുവെങ്കിലും ആ കുടം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഞാൻ അവിടെ വീണു പോകുമോ എന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പൻ ഓടി വന്നതിനെ എന്താ മോളെയും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്കൊന്നും കാണുന്നില്ല. ആ സമയം
അപ്പൻ എൻ്റെ ഭർത്താവിനെ വിളിച്ചു. അമ്മ വന്നു. എല്ലാവരും കൂടെ എന്നെ പിടിച്ച് അകത്തേക്ക് ഇരുത്തുമ്പോൾ, അകത്തേക്ക് ഇരുത്താനായിട്ട് പുറത്തുനിന്ന് ഞങ്ങൾ അകത്തോട്ട് വരുമ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അപ്പച്ചനും അമ്മച്ചിയും ഉറക്കെ കരയുന്നത് കേട്ടു. അപ്പോൾ എല്ലാവരും എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ കാണുന്നത് ഈശോയുടെ തിരുമുഖം, മുൾമുടി അണിഞ്ഞ് രക്തത്താൽ കുതിർന്നിരിക്കുന്ന ഒരു തിരുമുഖമുണ്ട്. ഇവിടെ പരിശുദ്ധ ജപമാലയോടൊപ്പം ആ തിരുമുഖം വെച്ചിട്ടുണ്ട്. ആ തിരുമുഖത്തിൽ നിന്റെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീര്, രക്തക്കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുക. ആ അപ്പച്ചനും അമ്മച്ചി ഉറക്കെ കരയുന്നു. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, എൻ്റെ കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ജീവിത പങ്കാളിയും മകളും അപ്പനും അമ്മയും ഒക്കെ കരയുന്നുണ്ട്. ഈ കരഞ്ഞ എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് വേറെ കുറേ മക്കളും വന്നു. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ നിറയെ ദൈവജനങ്ങൾ നിറഞ്ഞു നിന്നു. കണ്ണുനീര് 3 മണിക്കൂർ മുതൽ 8:30 മുതൽ 11:30 വരെയാണ് ഒഴുകിയത്. ഓരോ തുള്ളി കണ്ണുനീരും ഈശോയുടെ കണ്ണിൽ നിന്ന് ഒഴുകി അവിടുത്തെ കവിൾത്തടത്തിൽ ഉണങ്ങിപ്പിടിച്ചിരുന്നു. ഒരു തുള്ളി പോലും താഴോട്ട് പോയില്ല. എല്ലാവരും കരയുന്നുണ്ട്. ആ സമയം ഈ അപ്പച്ചനെയും അമ്മച്ചിയെയും വിളിക്കാൻ അവരുടെ മക്കൾ വന്നു. അവരിവിടെ പുറത്ത് തന്നെ വാഹനത്തിലുണ്ടായിരുന്നു. അവർ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു, മക്കളെ നിനക്ക് വേണ്ടി ഇതാ നിന്റെ കർത്താവ് കരയുന്നടാ എന്ന്. അവർ പറഞ്ഞതൊക്കെ എന്തോ മാജിക്കാണ്. അപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞത് മാജിക്കല്ല, ഞങ്ങളാണിത് ആദ്യം കണ്ടത്. അവരൊക്കെ ഒരു ജോലി ചെയ്യുമായിരുന്നു. ഞങ്ങളാണിത് ആദ്യം കണ്ടത്. വരാൻ പറഞ്ഞ് വിളിച്ചിട്ട് അവർ വന്നില്ല. അപ്പനും അമ്മയും നിർബന്ധമായിട്ട് വാഹനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു, സ്റ്റാർട്ടാകുന്നില്ല. ഒരു കുഴപ്പമില്ലാത്ത വാഹനം. 2-3 പ്രാവശ്യം പല പ്രാവശ്യം അവർ അത് ശ്രമിച്ചു, സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ അതിലിളയ മകൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു, വാ നമുക്ക് പോയി പ്രാർത്ഥിക്കാം. ഇളയ മകൻ വന്നപ്പോൾ മറ്റേ മകനും വന്നു. അവർ മക്കളും അപ്പനും അമ്മയും കൂടെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ അവിടെ മുട്ടുകുത്തി കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ചെവിയിൽ വന്ന അമ്മച്ചി പറഞ്ഞു, മോളെ ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല, എൻ്റെ മക്കൾക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയെന്ന്. ആ നിയോഗവും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കാല് കുത്താൻ പോലും ജനങ്ങൾക്ക് പറ്റാത്ത രീതിയിലുള്ള ദൈവജനമായി. അന്ന് ഇവിടുത്തെ കരച്ചിലും പ്രാർത്ഥനകളൊക്കെ കേട്ട് ഞങ്ങളെ അടിച്ചമർത്താൻ എന്നോണം പല മക്കളും ഇവിടെ വന്നു, വടിയും വാളും ഒക്കെ ആയിട്ട്. ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അടി കിട്ടണമെങ്കിൽ അടി കിട്ടട്ടെ. എൻ്റെ കർത്താവിൻ്റെ കണ്ണുനീരിന് മുൻപിൽ ഏതടിയാണ് ഞാൻ വാങ്ങാതിരിക്കേണ്ടത്? എൻ്റെ കർത്താവിനെ ഞാൻ പാപം കൊണ്ട് അടിച്ചതിൻ്റെ ഫലമല്ല എൻ്റെ ഈശോ കരയുന്നതെന്ന എല്ലാ മക്കളും ഉണർവോടെ, മനസ്താപത്തോടെ, പരിഹാരത്തോടെ, പ്രാശ്ചിത്വത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല പ്രാർത്ഥനാ ഗ്രൂപ്പുകളും അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. 11:30 ആയപ്പോൾ ഈശോ പറഞ്ഞു, മോളെ എൻ്റെ കണ്ണുനീർ തുടച്ചെടുത്ത് അത് എല്ലാവർക്കും കൊടുക്കുക. ഞാൻ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി. അപ്പോൾ എനിക്ക് എല്ലാം കാണാം. ഈശോ പറഞ്ഞു, അത് തുടച്ചെടുക്കുന്നതിന് മുൻപ് ഇവിടെയുള്ള ദൈവമക്കളോട് പറയുക, ഇത് തുടച്ചെടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ ഈശോ പറയുന്നെന്ന്. അങ്ങനെ ഞാൻ തുടച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരോടായിട്ട് ഉറക്കെ എൻ്റെ ഉള്ള സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ പുറത്ത് നിന്നിരുന്ന ഒരു വ്യക്തി പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, അത് തുടയ്ക്കാൻ വരട്ടെ, ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് മാജിക്, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. അപ്പം ഞാൻ അദ്ദേഹത്തെ നോക്കിയപ്പോൾ മനസ്സിലായി ഈശോയുടെ ഒരു പ്രിയപ്പെട്ട മകനാണ് ആ വൈദികനെന്ന് പറയാൻ എനിക്ക് വിഷമമില്ല. അന്നത്തെ അനുഭവം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. വൈദികനെ ഞാൻ മുൻപിലേക്ക് വിളിച്ചു. പക്ഷെ അദ്ദേഹത്തിന് വരാൻ പോലും വഴിയില്ലായിരുന്നു. എങ്കിലും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇത് എന്തോ നിങ്ങളിവിടെ കാണിച്ചു വെച്ചതാണ്. അപ്പം അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു, അല്ല അത് കാണിച്ചു വെച്ചതല്ല, ഞങ്ങൾ കണ്ടതാണെന്ന്. അങ്ങനെ അത് ഈശോയുടെ രക്തമാണെങ്കിൽ ഇവിടെയുള്ളൊരു കുട്ടിക്ക് സൗഖ്യം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആ വൈദികൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ കൂടിയിരുന്ന ജനം പറഞ്ഞു, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ആ കുട്ടിയെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണ്. അത് ദൈവത്തിന് അതിനെക്കുറിച്ചൊരു പ്ലാനുണ്ട്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയാനായിട്ട് തോന്നിപ്പിച്ചു എന്നിലൂടെ, അച്ഛാ അച്ഛൻ്റെ അപ്പനോട് അച്ഛൻ ചോദിച്ചു, അച്ഛാ അത് നിവർത്തിച്ചിരിക്കും, അപ്പൻ അത് ചെയ്തിരിക്കും. അപ്പൻ കണ്ണീർ പൊഴിക്കുന്നെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട് അച്ഛാ, അച്ഛൻ ചോദിക്കേ.
അച്ഛൻ പുറത്ത് നിൽക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്നിരുന്ന ഒരു രോഗിയായൊരു കുഞ്ഞ്, ആ കുഞ്ഞിനെ മാതാപിതാക്കളോട് ചേർത്ത് അകത്തേക്ക് വിളിച്ചു, അവരെ അങ്ങോട്ട് കടത്തി. അച്ഛൻ പറഞ്ഞു, ആ രക്തം ഒന്ന് തുടച്ചെടുത്ത് ഇവൻ്റെ നെറ്റിയിൽ വെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല അച്ഛൻ, ഞാൻ ചെയ്യില്ല. അച്ഛൻ ഈശോയുടെ പ്രിയപ്പെട്ട മകനാ. അച്ഛനുള്ളപ്പോൾ ഞാൻ ഈശോയുടെ തിരുരക്തം തൊടില്ല. അച്ഛൻ തന്നെ തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ മുന്നോട്ട് വന്ന് ഈശോയുടെ തിരുമുഖത്ത് നിന്ന് ഒരു തുള്ളി രക്തമെടുത്ത് കുരിശ് വരച്ച് ആ കുഞ്ഞിൻ്റെ നെറ്റിത്തടത്തിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിൻ്റെ ശിരസിൻ്റെ വലിപ്പം വലുതായിരുന്നു, ശരീരത്തിൻ്റെ വലിപ്പത്തിനേക്കാൾ വലുതായിരുന്നു, നോർമൽ സൈസ് ആയിരുന്നില്ല. അച്ഛൻ കണ്ണടച്ചു, പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ ഏങ്ങി കരയുക. ഈ കുഞ്ഞിൻ്റെ ശിരസിൻ്റെ സൈസ് നോർമൽ സൈസിലേക്ക് മാറിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇവിടെയുള്ള ദൈവജനം മുഴുവൻ കാണപ്പെട്ടൊരു അനുഭവമായിരുന്നു, അത്ഭുതമായിരുന്നു അത്. ആ അത്ഭുതത്തെക്കാൾ ഉപരി മറ്റൊരു അത്ഭുതം എല്ലാവരും രുചിച്ചറിഞ്ഞു. അതെന്താണെന്നോ, ആ വൈദികൻ അവിടെ മുട്ടുകുത്തിക്കൊണ്ട് ഒരു തുറന്ന കുമ്പസാരം കർത്താവിൻ്റെ കണ്ണുനീർ പൊഴിക്കുന്ന തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നടത്തി. എൻ്റെ കർത്താവേ, നിന്റെ തിരുമുഖത്തെ ഇതുപോലെ ആക്കിയത് ഞാനാണ് ദൈവമേ എന്ന് പറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഓരോ മനസ്സുകളിലും അമ്പുപോലെ കുത്തിത്തറച്ചു. എല്ലാ മക്കളും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ അടിക്കാൻ വന്നവരും അവർ കൊണ്ടുവന്ന ആയുധങ്ങളൊക്കെ താഴെ വെച്ചിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ അന്ന് കണ്ടത്. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിനൊന്നും അസാധ്യമല്ല. അവിടുന്ന് എന്തിനാണെന്നോ അന്ന് കരഞ്ഞത്? അവിടുന്ന് പറയുന്നു, എൻ്റെ മക്കളെ, നിങ്ങളോട് എനിക്കുള്ള സ്നേഹം അപരിമേയമാണ്. എന്നാൽ നിങ്ങളെപ്പോലെയുള്ള എൻ്റെ കുറേയേറെ മക്കൾ പാപത്തിൻ്റെ രക്തക്കറയേറ്റ് ചെളികുണ്ടിൽ ആണ്ടുകിടക്കുന്നു. അവർക്കായി നിങ്ങൾ ഉപവാസത്തോടും പ്രായശ്ചിത്തത്തോടും കൂടെ പ്രാർത്ഥിക്കണം. അവർക്കായി എൻ്റെ ഹൃദയം തുടിക്കുന്നതിൻ്റെ അടയാളമാണ് നിങ്ങൾ ഇന്ന് എൻ്റെ കണ്ണിൽ നിന്നും വായിൽ നിന്നും ഒഴുകിക്കണ്ട ഈ രക്തം. കർത്താവിൻ്റെ ഹൃദയം തുടിക്കുകയാ. ലോകത്തെ നോക്കി ഇപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുക കർത്താവിൻ്റെ ഹൃദയം. ആ സ്പന്ദനത്തിനൊരു അറുതിയില്ല, തുടിക്കുന്നു. രക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് കരയുന്നു. നമ്മെ നോക്കി, എന്നെയും നിങ്ങളെയും നോക്കി. അവിടുന്ന് പറഞ്ഞു, ജോയേൽ പ്രവചനം 2:12-13 വായിച്ച് മക്കളെ വിലപിച്ച് പ്രാർത്ഥിക്ക്. ചാക്കുടുത്ത് ചാരം പൂശി പ്രവാചകന്റെ പ്രവചനം കേട്ട് ദൈവജനം പ്രാർത്ഥിച്ചില്ലേ? അതുപോലെ നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്, വസ്ത്രമല്ല. വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണെന്ന് പറയുമ്പോൾ കാട്ടിക്കൂട്ടലുകളല്ല, ഹൃദയത്തിലാണ് കർത്താവ് വേണ്ടത്. ഹൃദയം കീറി പ്രാർത്ഥിക്കണം നമ്മൾ. പ്രാർത്ഥനയുടെ ആവശ്യകത എത്ര പറഞ്ഞാലും മതിയാവില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവ് കരയാ. നമ്മൾ പാപത്തിന്റെ രക്തക്കറയേറ്റ് ചെളിക്കുണ്ടിലാ കിടക്കുന്നത് എൻ്റെ മക്കളെന്ന് ഓർത്തിട്ട് കർത്താവ് സ്വീകരിച്ച പാപപരിഹാര ബലിയുടെ യോഗ്യത സ്വീകരിക്കാതെ ഈ ലോകത്തിലെ ഓരോ ദൈവ പൈതലും ലോകത്തിന്റെ പാപസുഖത്തിന്റെ അഴുക്കിൽപ്പെട്ട് ചെളി പുരണ്ട് കിടക്കുമ്പോൾ അവന് വേണ്ടി കുത്തിപ്പിളർക്കപ്പെട്ട ഹൃദയവുമായി അരികിൽ വന്ന് തുടിക്കുകയായി ഈശോ. കാണാറുണ്ടോ നമ്മൾ? കാണാറില്ലാത്തത് കൊണ്ടാ നമ്മൾ പ്രാർത്ഥിക്കാത്തേ. കാണാറില്ലാത്തത് കൊണ്ട്, അനുഭവിക്കാത്തത് കൊണ്ടാ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാത്തേ. ദൈവത്തിൻ്റെ തിരുമുൻപിൽ സ്വയം സമർപ്പിച്ച് എല്ലാം മറന്നിരിക്കാൻ സാധിക്കാത്ത വ്യഗ്രത പൂണ്ട് ഓടി നടക്കുന്ന മനുഷ്യൻ ഒരു കൊറോണ വൈറസിന്റെ മുൻപിൽ വിറച്ചു നിൽക്കുകയല്ലേ. ദൈവം എവിടെ എന്ന് ചോദിച്ചവൻ വൈറസിനെ കണ്ടെത്തിയോ? കണ്ണിൽ കാണാത്ത ഒരു വൈറസിനെ പ്രതി അകത്ത് അടച്ചുപൂട്ടിയിരുന്ന് വിലപിക്കുന്ന മനുഷ്യ, നീ ഓർക്ക് പ്രാർത്ഥിക്ക്. ദൈവം നിന്റെ അരികെ തുടിക്കുന്ന ഹൃദയം, നിനക്ക് വേണ്ടി പിളർക്കപ്പെട്ട ഹൃദയമായിട്ട്, നിനക്ക് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമായിട്ട് നിന്റെ അരികിലുണ്ട്. നീ പാപത്തെ ഉപേക്ഷിക്ക്, പാപസുഖങ്ങളെ ഉപേക്ഷിക്ക്, ദൈവത്തെ നോക്ക്. സ്വർഗം നിന്നെ കാത്തിരിപ്പുണ്ട്. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ
പാലിപ്പിൻ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ, ആരിലും ഉന്നതനെ, ആരിലും ഉന്നതനെ. ഇരുകരങ്ങളും ഉയർത്തി യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ യേശുവേ. ആരാധന ആരാധന ആരാധന. ഓ മഹത്വം 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 മഹത്വം. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആരാധന 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 ആരാധന. ഓ മഹത്വം 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 മഹത്വം. സ്തുതി 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 സ്തുതി. ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം കർത്താവേ. ദിവ്യകാരുണ്യ ഈശോയെ, വലിയ സ്നേഹത്തോടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നല്ലോ. അങ്ങയുടെ മക്കളുടെ പാപത്തെ ഓർത്ത് ചങ്കുപൊട്ടിക്കരയുന്ന അങ്ങയുടെ നിലവിളി ഈശോയെ, അനേക മക്കൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ വിളിക്കുകയാണല്ലോ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ. ഒത്തിരിയേറെ ദൈവിക സന്ദേശങ്ങളിലൂടെ പാപത്തിൽ അടിമപ്പെട്ടു പോയ മക്കളെ ഓർത്ത് കണ്ണീരൊഴുക്കി നിലവിളിക്കുന്ന അങ്ങയെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഈശോയെ, ഞങ്ങളെ അങ്ങയുടെ അരികിലേക്ക് വിളിക്കുമ്പോൾ പശ്ചാത്തപിക്കുന്ന ഹൃദയത്തോടെ, അനുതപിക്കുന്ന ഹൃദയത്തോടെ ഞങ്ങൾ ഓരോരുത്തരും പാപത്തെ വിട്ടുപേക്ഷിച്ച് അങ്ങയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ. അന്ന് റാണി ചേച്ചിയുടെ വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വന്ന ആ മക്കള് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരാതിരുന്നപ്പോ അങ്ങ് ആ മക്കളെ പ്രതി, ആ മക്കൾക്ക് വേണ്ടി കരഞ്ഞ് അങ്ങയുടെ കണ്ണുനീരിന്റെ ശക്തി, അങ്ങയുടെ സ്നേഹത്തിന്റെ ശക്തി, അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ശക്തി, അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തി അങ്ങ് പ്രകടമാക്കിയല്ലോ കർത്താവേ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു യേശുവേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശ് നിലവിളിച്ചു.
ആ നിലവിളി ഇതുവരെയും അടങ്ങിയിട്ടില്ല. ആ കണ്ണീര് ഇതുവരെയും വറ്റിയിട്ടില്ല. യേശുവേ, അങ്ങേയറ്റ മുറിവ് ഇതുവരെയും ഉണങ്ങിയിട്ടില്ല. കാരണം ഞങ്ങളിപ്പോഴും പാപത്തിലാണ്, ഞങ്ങളിപ്പോഴും അകൃത്യത്തിലാണ്, ഞങ്ങളിപ്പോഴും തിന്മയിലാണ്. ഇതാ പ്രിയപ്പെട്ട മക്കളെ, കരഞ്ഞുകൊണ്ടാണ് ഈശോ നമ്മുടെ മധ്യേ ഈ സമയം എഴുന്നള്ളി വന്നിരിക്കുന്നത്. വഴിതെറ്റിപ്പോയ മക്കളെ ഓർത്ത്, നശിച്ചു പോയ മക്കളെ ഓർത്ത് കണ്ണീരൊഴുക്കിക്കൊണ്ട് ഈശോ നമ്മുടെ മധ്യേ ഇതാ കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുവാൻ, നമ്മുടെ ശാപങ്ങൾ നീക്കുവാൻ, നമ്മളെ വിടുവിച്ച് സ്വതന്ത്രരാക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. ദിവ്യകാരുണ്യ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഇന്ന് പ്രത്യേകമാവിധം അങ്ങ് ഞങ്ങളോട് പറഞ്ഞ പ്രണയക്കുരുക്കില് കുടുക്കി കിടത്തിയിരിക്കുന്ന, പിശാച് കുടുക്കി കിടത്തിയിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയെ വിട്ട്, അങ്ങയിൽ നിന്ന് അകന്ന്, അങ്ങയുടെ ആലയമാകുന്ന ശരീരത്തെ നശിപ്പിച്ച് നൈമിഷിക സുഖത്തിനു വേണ്ടി അങ്ങയെ വിട്ടുപേക്ഷിച്ചു കൊണ്ടുപോയിരിക്കുന്ന കർത്താവേ, എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമ്മോടൊന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈശോ നമുക്ക് ജീവൻ നൽകുന്നത്, ഈശോ നമ്മെ രക്ഷിക്കുന്നത് തൻ്റെ സഹനത്തിലൂടെയാണ്, മുറിവുകളിലൂടെയാണ്, തിരുരക്തത്തിലൂടെയാണ്, തൻ്റെ മരണത്തിലൂടെയാണ്. ഈശോ പറയുന്നു, നമ്മളും ഉപവാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനങ്ങൾ ഏറ്റെടുക്കണം. ഈശോയുടെ കുരിശോട് ചേർത്ത് നമ്മുടെ സഹനങ്ങളെ സമർപ്പിക്കണം. അപ്പോൾ ഈശോ പറയുന്ന വലിയ കാര്യമുണ്ട് മക്കളെ. ഇതുപോലെ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുടെ ഒത്തിരിയേറെ കണ്ണീര് വീണിട്ടുണ്ട്. പ്രണയക്കുരുക്കില് വീണ് അപ്പനെ വിട്ട്, അമ്മയെ വിട്ട്, കുടുംബം വിട്ട്, പാരമ്പര്യം വിട്ട്, ദൈവത്തെ വിട്ട്, സഭ വിട്ട് ഇറങ്ങിപ്പോയ, അല്ലെങ്കിൽ അതിലിപ്പോൾ കുടുങ്ങി ആ ഒരു ബന്ധത്തിൽ തന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി കരയുന്ന അനേക മാതാപിതാക്കളുടെ കണ്ണുനീര്, ഒത്തിരിയേറെ ദുഃഖങ്ങള്, വേദനകള്, ആ മക്കളെ ഏൽപ്പിച്ച മുറിവുകള് ഒത്തിരിയേറെ സഹിക്കുന്ന അനേക മക്കളുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും മക്കള് ഈ ആരാധനയിലുണ്ടെങ്കിൽ ഈശോ പറയുന്നു, ആ വേദനകളെ, ആ സഹനങ്ങളെ, ആ മുറിവുകളെ ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്ക് വേണ്ടി രക്തക്കണ്ണീരൊടുക്കുന്ന, നമുക്ക് വേണ്ടി മുറിവേറ്റിരിക്കുന്ന, നമുക്ക് വേണ്ടി കുരിശ് തറയ്ക്കപ്പെട്ടിരിക്കുന്ന ദിവ്യകാരുണ്യന് നാഥന്റെ കുരിശോട് ചേർത്ത് നമ്മുടെ വേദനകള്, സഹനങ്ങള്, സങ്കടങ്ങള്, മുറിവുകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട്, യേശുവേ, അങ്ങയുടെ വലിയ കരുണ, അങ്ങയുടെ വീണ്ടെടുപ്പിന്റെ ശക്തി, അങ്ങയുടെ തിരുമുറിവിന്റെ ശക്തി, അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ കർത്താവേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഞങ്ങളുടെ സഹനങ്ങള്, മക്കളെ ഓർത്ത് വേദനിക്കുന്ന അമ്മമാരുടെ കണ്ണുനീര്, അപ്പന്മാരുടെ കണ്ണുനീര്, വേദനകള്, ദുഃഖഭാരങ്ങള് യേശുവേ കുരിശോട് ചേർത്ത് സമർപ്പിക്കുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാലനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാലനുദിനവും, കൃപയാലേ, കൃപയാലേ, സഹനങ്ങളെ കൃപയാക്കി മാറ്റണമേ, ഞങ്ങളുടെ വേദനകളെ രക്ഷയാക്കി മാറ്റണമേ. കൃപയാലേ, കൃപയാലനുദിനവും, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാലനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാലനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാലനുദിനവും, കൃപയാലേ,
ഞങ്ങളുടെ സഹനങ്ങള്, ഞങ്ങളുടെ വേദനകള്, ദുഃഖഭാരങ്ങള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുരിശോട് ചേർത്ത് സമർപ്പിക്കുന്നു. കൃപയാക്കി മാറ്റണമേ, ഞങ്ങളുടെ മക്കൾക്ക് രക്ഷയാക്കി മാറ്റണമേ, ഞങ്ങളുടെ മക്കൾക്ക് വിടുതലാക്കി മാറ്റണമേ യേശുവേ. ഈശോ 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 ഈശോയേ 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 കർത്താവിൻ തിരുവചനം ഈശോയേ കൃപ നിറയട്ടെ, എല്ലാ മക്കളിലും നിറയട്ടെ. കർത്താവിൻ തിരുവചനം കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാൽ അനുദിനവും കൃപയാൽ അനുദിനവും. നല്ല ഈശോയെ, ഈ പ്രണയക്കുരുക്കിൽ അടിമപ്പെട്ടു പോയ എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവെ, ഒത്തിരിയേറെ മക്കള് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഈ കുരുക്കിൽപ്പെട്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ ജയിലിൽ കഴിയുന്ന മക്കളുടെ അനുഭവങ്ങൾ. ജീവിതമാകെപ്പാടെ തകർന്നു. പല മക്കളും ഇതിനോടകം കൊല്ലപ്പെട്ടു, പല മക്കളും ആത്മഹത്യ ചെയ്തു, പല മക്കളും ഉപേക്ഷിക്കപ്പെട്ട് അനാഥത്വം പേറി നശിച്ചിരിക്കുന്നു. ഒത്തിരിയേറെ മക്കളുടെ ജീവിതം ആകെപ്പാടെ തകർന്നടിഞ്ഞു. പഠനം നശിച്ചു, ജീവിതം നശിച്ചു, വിശുദ്ധി നശിച്ചു. കർത്താവെ, പാവപ്പെട്ട മക്കളാ കർത്താവെ, അറിഞ്ഞും അറിയാതെയും അങ്ങയിൽ നിന്ന് പടിയിറങ്ങിപ്പോയ മക്കളാ യേശുവേ. അങ്ങേ മക്കൾക്ക് വേണ്ടിയാണല്ലോ കുരിശിൽ മരിച്ചത്, അങ്ങേ മക്കൾക്ക് വേണ്ടിയാണല്ലോ നിലവിളിച്ചത് യേശുവേ. ഞങ്ങളിതാ ഞങ്ങളുടെ സഹനങ്ങള്, ഞങ്ങളുടെ വേദനകള്, ഞങ്ങളുടെ ഉപവാസം, ഞങ്ങളുടെ പ്രായശ്ചിത്ത പ്രവൃത്തികള്, അതോടൊപ്പം തന്നെ ഈ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുടെ വേദന, സങ്കടം, പ്രിയപ്പെട്ടവരുടെ കണ്ണുനീര് എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണമേ. അങ്ങയുടെ മക്കളെ ഈ പ്രണയക്കുരുക്കിൽ നിന്ന് വിടുവിക്കണമേ. ഇപ്പോഴും അഹങ്കാരത്തില് അപ്പനെതിരെ അമ്മയ്ക്കെതിരെ യേശുവേ അങ്ങയെ തള്ളിക്കളഞ്ഞ് കൂദാശകളെ വേണ്ടെന്ന് പറഞ്ഞ് യേശുവേ ഞാൻ അവനെ കെട്ടുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന അനേക മക്കള് ഈ കുരുക്കിൽ പെട്ട് കിടക്കുന്നുണ്ട്. യേശുവേ യേശുവേ, അങ്ങയുടെ മക്കളെ അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ കർത്താവേ. അന്ന് ആ മക്കള് അങ്ങയിൽ വിശ്വസിക്കാതിരുന്നപ്പോ അടയാള സഹിതം അങ്ങയുടെ കണ്ണുനീരൊഴുക്കി, ആ കണ്ണുനീരിനാൽ അങ്ങയുടെ രക്തത്താൽ സൗഖ്യം നൽകി വലിയ വിശ്വാസത്തിലേക്ക് അങ്ങ് നയിച്ചില്ലേ ഈശോയെ. അങ്ങയുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ ഒരു പെൺകൊച്ചു പറയായിരുന്നു, ഇതുപോലെ വഴിതെറ്റിപ്പോയി നശിച്ചു, ഇപ്പോൾ മെന്റൽ ഹോസ്പിറ്റലിൽ കഴിയൂ. ആ കൊച്ചു പാവം ഇന്നലെ മെന്റൽ ഹോസ്പിറ്റലിൽ കഴിയാ. ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ നീ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്ക്. ഞാൻ ഓർക്കാം, വിദേശത്താ കൊച്ച്. ആ കുഞ്ഞിന് അവിടെ ചെന്നപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആ കുഞ്ഞ് കുർബാനയ്ക്ക് കൂടണ കാണണം. അതുപോലെ വിശുദ്ധിയോടെ ഉച്ചത്തില് കുർബാനയ്ക്ക് കൂടി, അതുപോലെ ചെന്ന കൊച്ച. ഞാൻ പറഞ്ഞു, മോളെ അച്ഛൻ ഓർക്കുന്നു ഈശോയോടുള്ള ബന്ധത്തില് നീ ആയിരുന്നത്, നീ എല്ലാം കഴിഞ്ഞില്ലേ, എല്ലാം പോട്ടെ. ഈ അവസ്ഥയിൽ കടന്നുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞെ നീ ഒറ്റ വിളിക്ക്, എന്റെ യേശുവേ എന്നിൽ കനിയണമേ എന്ന്. ആ കുഞ്ഞ് പറയാ, അച്ഛാ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിശ്വാസം പോയി, എനിക്കെൻ്റെ ഈശോയെ വിളിക്കാൻ പറ്റില്ല, ഞാൻ ഈശോയിൽ നിന്ന് അകന്നുപോയി. ഇന്ന് ആ കുഞ്ഞ് ആ ഒരു കുടുക്കിൽപ്പെട്ട് കിടക്കുക. ഇതാ മക്കളെ, പല മക്കളുടെയും അവസ്ഥ. വീണുപോയി, നശിച്ചുപോയി, കുടുക്കിപ്പെട്ടുപോയി. ആ കുഞ്ഞിന് എന്റെ ഈശോയെന്ന് വിളിക്കാൻ പോലും പറ്റണില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആ മക്കൾക്ക് വേണ്ടി നമ്മൾ വിളിക്കണം. ആ മക്കൾക്ക് വേണ്ടി ഈശോയെ നമുക്ക് വിളിക്കണം. ആ കാനാങ്കാരി സ്ത്രീ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് വീട്ടിൽ കിടക്കുന്ന ആ മകൾക്ക് വേണ്ടി ഈശോയോട് നിലവിളിച്ചപേക്ഷിച്ചു, യേശുവേ എൻ്റെ കുഞ്ഞ് പിശാചി ബാധിച്ച് ആകപ്പാടെ തകർന്നിരിക്കുക, എൻ്റെ കുഞ്ഞിനോട് കരുണയായിരിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഇടപെട്ടു.
ഈശോ ഇടപെട്ടു. അവളുടെ വിശ്വാസം അവൾ അതുപോലെ ഉറച്ചു. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോഴും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ നായ്ക്കളും തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ വിശ്വസിച്ചു ഈശോയില്. പ്രിയപ്പെട്ട മക്കളെ, യേശു ഇടപെട്ടു. എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം, എല്ലാ മക്കളെയും സമർപ്പിക്കാം. ഈ പ്രണയക്കുരുക്കിൽ കുടുങ്ങി, ലവ് ജിഹാദിൽ കുടുങ്ങി, പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ആഭിചാര്യത്തിന്റെ, മന്ത്രവാദത്തിന്റെ, ക്ഷുദ്രത്തിന്റെ ആ വശീകരണ യന്ത്രത്തിൽപ്പെട്ട് നശിച്ചിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി യേശുവേ പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും അടിയട്ടെ. പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ ഞങ്ങളുടെ മക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ. ആഭിചാരി ശക്തി, മന്ത്രവാദ ശക്തി, വശീകരണ ശക്തി, ലവ് ജിഹാദിന്റെ ശക്തി യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ശക്തി ഒടുക്കട്ടെ, ബന്ധനമടിയട്ടെ. സാത്താന്യ ശക്തികൾ യേശുനാമത്തിൽ നീങ്ങിപ്പോകട്ടെ. പ്രണയക്കുരുക്കിൽ നിന്ന് ഞങ്ങളുടെ മക്കൾ രക്ഷ പ്രാപിക്കട്ടെ. ശക്തിയോടെ യേശുനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുക, ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. സാത്താന്യ ശക്തികൾ എല്ലാ കെട്ടുകളും പൊട്ടിച്ച് ഈ പ്രണയക്കുരുക്കിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ കർത്താവേ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ ഇരുകാര്യങ്ങളും ഉയർത്തി യേശുനാമത്തിൽ എല്ലാ മക്കൾക്കും വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനം കഴിയട്ടെ. നമ്മുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ, ഈ കുരുക്കിൽ നിന്ന് രക്ഷ പ്രാപിക്കട്ടെ. യേശുവിൻ ശക്തി വ്യാപരിക്കട്ടെ, സാത്താന്യ ശക്തികൾ നിർവീര്യമാകട്ടെ. യേശുവേ, രോഗത്തിന്റെ മോഹത്തിന്റെ ശക്തികളെ, പാപത്തിന്റെ രോഗത്തിന്റെ ജഡത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാ. പാപത്തിന്റെ രോഗത്തിന്റെ ജഡത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്ത് എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ ഒറ്റ വിളയേശുവേ. ദാവീദിന്റെ പുത്ര യേശുവേ, അങ്ങയുടെ മക്കളിൽ കനിയണമേ, അങ്ങയുടെ മക്കളിൽ കനിയണമേ. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ, അങ്ങയുടെ മക്കളെ വിടുവിക്കണമേ. യേശുവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ പ്രണയക്കുരുക്കിൽ നിന്ന്, തെറ്റായ സ്നേഹബന്ധത്തിൽ നിന്ന് ജീവിതത്തെ നശിപ്പിക്കുന്ന, സാത്താന് അവകാശം കൊടുക്കുന്ന
ജീവിതത്തെ മുന്നോട്ട് പോകാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ കെണികളിൽ നിന്നും ഈശോയെ അങ്ങയുടെ മക്കളെ വിടുവിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, ഈ പാവപ്പെട്ട മക്കളാ, കാണാൻ പോലും പറ്റാത്ത വിധം ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച മക്കള്, അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് യാതൊരു കരുണയില്ലാത്ത മക്കള്, അപ്പന്റെ കണ്ണീര് കണ്ടിട്ട് യാതൊരു കരുണയില്ലാത്ത മക്കള്, ഈശോയുടെ ദിവ്യ കാരുണ്യ ഹൃദയം കുത്തി തുറന്നിട്ടും അത് കാണാൻ പറ്റാത്ത മക്കള്. ഈശോയെ, അങ്ങയുടെ മക്കളുടെ കണ്ണുകൾ തുറക്കണമേ. അങ്ങയുടെ മക്കൾ സത്യം കാണട്ടെ. ആ കെണിയിൽ നിന്ന് അങ്ങയുടെ മക്കൾ നിലവിളിച്ച് അപേക്ഷിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വലിയ ശക്തി പ്രകടമാക്കി ഈ കുരുക്കിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഞങ്ങളുടെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവേ, പാവപ്പെട്ട മക്കളാ ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഈശോയെ അങ്ങ് ലോകത്തിലേക്ക് വന്നത്. അങ്ങയിലേക്ക് തിരിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് കുരിശിൽ മരിച്ചു. അങ്ങയുടെ സഹനത്തിന്റെ ശക്തി സാത്താനെ പരാജയപ്പെടുത്തി. ഹെബ്രായർ 2:15 തന്റെ മരണത്താൽ മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവരെ അങ്ങ് മോചിപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ മരണത്തിന്റെ ശക്തി ഇപ്പോൾ സകല മക്കളിലും വ്യാപരിക്കട്ടെ. അങ്ങ് ചിന്തിയ രക്തക്കണ്ണുനീര്, അങ്ങ് ചിന്തിയ തിരുരക്തത്തിന്റെ ശക്തി ഇപ്പോൾ സകല മക്കളിലും വ്യാപരിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ സഹനത്തോട് ചേർത്ത് ഞങ്ങളുടെ വേദനകളും സഹനങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ നമ്മോട് വലിയ സ്നേഹത്തോടെ പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ പിശാചി അതിശക്തമായിട്ട് നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ആലർന്ന സിംഹത്തെ പോലെ നടക്കുമ്പോൾ നമ്മൾ അറിയണം, നമ്മളൊരു യുദ്ധക്കളത്തിലാണ് മക്കളെ. നമ്മളൊരു യുദ്ധക്കളത്തിലാണ്. നമ്മുടെ യുദ്ധം ആർക്കുമെതിരല്ല, ഒരു സമുദായത്തിനെതിരല്ല, ഒരു വ്യക്തിക്കെതിരല്ല, ഒരു മതത്തിനുമെതിരല്ല, പിന്നെയോ പിശാചിനെതിരെയുള്ള യുദ്ധമാണ്. പിശാചിനെതിരെയുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നമുക്ക് ജയിക്കണം. അതിനു വേണ്ടത് കൂട്ടായ സഹനങ്ങൾ ഏറ്റെടുത്തുള്ള പ്രാർത്ഥനയാണ്. ഉപവാസത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും ഒരു കാലഘട്ടമാക്കി ഈ 40 ദിവസങ്ങൾ ഈശോ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുമ്പോ, പ്രിയപ്പെട്ട മക്കളെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഉപവസിച്ചും ത്യാഗം ചെയ്തും സഹനങ്ങൾ ഏറ്റെടുത്തും മാത്രമല്ല, നമ്മുടെ സഹനങ്ങള് കർത്താവിന്റെ കുരിശോട് ചേർത്ത് വച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഈശോ പറഞ്ഞില്ലേ, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗീയ പിശാച മക്കളെ, ഈ പ്രണയക്കുരുക്കും ഈ ലവ് ജിഹാദും ഈ നശിപ്പിക്കുന്ന എല്ലാ പിശാചിന്റെ പ്രവൃത്തികളാ. നമ്മുടെ ആയുധം യേശുവിന്റെ കുരിശിലെ സഹനം. ആ സഹനത്തോട് ചേർത്ത് നമ്മളും സഹനങ്ങളും കുരിശുകളും വേദനകളും ത്യാഗങ്ങളും പ്രായശ്ചിത്തവും ഉപവാസവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കരുത്താണ്. മക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ തരിക, എല്ലാ വേദനകളും സഹനങ്ങളും തരുന്നു ഈശോയെ. സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ഓസ്ലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പേരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും?
സർവവും എടുത്തുകൊള്ളുക. എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. മക്കളെ തരിക, എൻ്റെ സർവവും എടുത്തുകൊള്ളുക. ഈശോയെ, ആത്മാക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച ഈശോയെ, ആത്മാക്കൾക്ക് വേണ്ടി കുരിശ് സഹിച്ച് കുരിശ് മരണം ഏറ്റെടുത്ത് ഈശോയെ, ആത്മാക്കൾക്ക് വേണ്ടി സഹിച്ചു പ്രാർത്ഥിക്കുവാൻ, സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ വൈദികരും സന്യസ്തരും എല്ലാ മക്കളും ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് ത്യാഗമേറ്റെടുത്ത് ആത്മാക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ ഈശോ വിളിക്കുന്നു മക്കളെ. വലിയ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങൾ നമുക്കായിരിക്കാം. സാധിക്കുന്ന മക്കളൊക്കെ ഉപവസിക്കാനും ത്യാഗം ചെയ്യാനും സഹനങ്ങളെ കുരിശോട് ചേർത്ത് സമർപ്പിക്കാനും ആത്മാക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി തീരുമാനമെടുത്ത് വലിയൊരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ ആശീർവാദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ഇങ്ങനെ പ്രണയക്കുരുക്കിൽ കിടക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഈശ്വരാശീർവാദം നമുക്ക് ഈ സമയം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഇരു കരങ്ങളും ഉയർത്തി വിളിക്കുന്നു യേശുവേ. പരിശുദ്ധനെ, അമർത്യനെ, ബലവാനെ, ആരാധന ആരാധന യേശുവേ. ആരാധന 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 യേശുവേ. ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്കുത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും
നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinahprayerbank@gmail.com.